ആദ്യം തന്നെ ചോദിക്കാനുള്ളത് വേടന്റെ മോനലോവയാണോ? അതെ. മോനലോവയേ മോഹലാവയേ എന്റെ നാളയേ പ്രേമലീലയേ മോനലോവയേ. വേടന്റെ മോനലോവയാണ് എന്ന് പറയുമ്പോൾ വേടന്റെ ഗേൾഫ്രണ്ട് ആണോ? അതെ. ഷൂട്ട് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു മാസമൊക്കെ ആയതിനു ശേഷമാണ് വേടൻ ആക്ച്വലി സ്റ്റേജിൽ ഇത് പാടുന്നത്. ഒരു സ്റ്റേജിൽ ആദ്യം പാടി, അതിനുശേഷമാണ് പിന്നെ സോങ് റിലീസ് ആവുന്നത്. ആ പാട്ട് ഓരോ സ്ഥലത്ത് കേൾക്കുമ്പോഴും എനിക്കൊരു ആങ്സൈറ്റിയാ, ഞാനാണല്ലോ അതിനകത്ത്. ആൾക്കാർ ഞാനാണെന്ന് അറിയാതെ ഇത് ഞാൻ പോയി നിൽക്കുന്ന ഫംഗ്ഷനിലൊക്കെ ഇടും. അപ്പോഴേക്കും എനിക്കൊരു പേടിയും വരും. ഇറങ്ങിയതും ഇല്ല, ആരടുത്തും പറയാനും പറ്റുന്നില്ല. എല്ലാത്തൊരവസ്ഥ. ഞാൻ അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാ മണ്ഡപത്തിൽ ഇട്ടേന്ന് പോലും എനിക്ക് ശരിക്കും അറിയില്ല. ഈ പാട്ട് എന്തിനാ മണ്ഡപത്തിൽ ഇട്ടേന്ന് എനിക്കറിയില്ല. മണ്ഡപത്തിൽ ഈ പാട്ടിട്ട് അപ്പോഴേ എന്റെ അമ്മയും ചേട്ടനൊക്കെ കൂടെ ഉണ്ട്, അടുത്ത ഫ്രണ്ട്സ് ഒക്കെ കൂടെ ഉണ്ട്. അവരെല്ലാം എന്നെ ഇങ്ങനെ നോക്കി. അപ്പൊ ഞാൻ പയ്യെ അങ്ങ് സ്കൂട്ടായി. ആക്ച്വലി ഈ പാട്ട് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ എനിക്കിങ്ങനെ മെസ്സേജ് വരാറുണ്ടായിരുന്നു. ഈ പാട്ട് അനൗൺസ് ചെയ്ത് ഈ പാട്ട് ആക്ച്വലി ഓഡിയോ ഔട്ടായപ്പോ തന്നെ കുറെ പേർക്ക് എനിക്കിങ്ങനെ DM വരുന്നുണ്ടായിരുന്നു, വിദ്യ ആണോ വേടന്റെ ഗേൾഫ്രണ്ട് എന്ന്. വിദ്യയെ മെൻഷൻ ചെയ്ത് വന്ന മെയിൻ കമന്റ് എന്ന് പറഞ്ഞാൽ കുപ്പിത്തൊട്ടിയിൽ മാണിക്യത്തെ കണ്ടുപിടിച്ചവൾ ആണ് ഈ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ്. എനിക്ക് പേഴ്സണലി അറിയാന്നുള്ളവര് എന്നെ എൻ്റെ അടുത്ത് എന്നാലും നീ പറഞ്ഞില്ല അങ്ങനെയൊക്കെ. ഫസ്റ്റ് നേരിട്ട് കാണുന്നത് അപ്പോഴാണ്. ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു വേടന്റെ. അപ്പൊ അത് കാണാൻ പോയിട്ടുണ്ടായിരുന്നു കോളേജിൽ വെച്ചിട്ട്. അന്ന് എല്ലാരും പോലെ കുറച്ച് ദൂരെ നിന്ന് കണ്ടു എൻജോയ് ചെയ്തിട്ട് വീട്ടിൽ പോയി. ഓൾറെഡി വേടന്റെ ഫാൻ ആയിരുന്നു, അതായത് പാട്ടൊക്കെ ആ പാട്ടൊക്കെ ഞാൻ കേൾക്കാറുണ്ടായിരുന്നു. നല്ല ഇഷ്ടമുള്ള പാട്ടൊക്കെ ആയിരുന്നു. പുള്ളി എന്നെ മുന്നേ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അതെ. അപ്പം അങ്ങനെ എന്തോ ഒരു തവണയൊക്കെ മെസ്സേജ് ജസ്റ്റ് അയച്ചിട്ടുണ്ട്. അല്ലാണ്ട് ഒരു എനിക്ക് വലിയൊരു കമ്പനി അങ്ങനെ ഇല്ലായിരുന്നു. മെസ്സേജ് അയക്കാറുണ്ട്, അതായത് ടെസ്റ്റ് ചെയ്യാറുണ്ട്. മെസ്സേജ് ഒക്കെ വല്ലപ്പോഴൊക്കെ അയക്കും. പിന്നെ പുള്ളിയും പുള്ളിയുടെ കാര്യങ്ങളായിട്ട് തിരക്കാണ്. എല്ലാവർക്കും ഒരു പേഴ്സണൽ ലൈഫ് ഉണ്ടല്ലോ. അഭിനയിക്കുന്ന ടൈമില് ഉള്ള വേടൻ എങ്ങനെയാ? ഇല്ല, എല്ലാരുടെ അടുത്തും ഭയങ്കര കൂളാണ്. അവിടെ കൊച്ചു കുട്ടികൾ വന്നാലും എല്ലാരുടെ അടുത്തും പോയി സംസാരിക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ഒരു ഭയങ്കര മനസ്സ് കാണിക്കുന്ന ഒരാളാണ്. എപ്പോഴും നമുക്ക് അങ്ങനെ അവൈലബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. നമുക്കാണെങ്കിലും ഒരു എപ്പോഴും ഓക്കെ ചെയ്തോണ്ടിരിക്കുന്നു, പുറത്തിറങ്ങണം, ഫോട്ടോ എടുക്കണം. അപ്പൊ എനിക്ക് എന്റെ ഇടയ്ക്ക് ഇങ്ങനെ തോന്നി, അയ്യോ ഇതൊക്കെ ഭയങ്കര പാടല്ലേ എന്ന്. പക്ഷെ പുള്ളി രണ്ടും മാനേജ് ചെയ്യുന്നുണ്ട്. ഞാനതിനെ ചോദിക്കുകയും ചെയ്തു, ഇതെങ്ങനെ മാനേജ് ചെയ്യുന്നു. അപ്പൊ പറഞ്ഞു വേടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളതാണ്. അപ്പം ഞാൻ എല്ലാവരുടെ അടുത്തും അങ്ങനെ തന്നെ ആണ്. പറഞ്ഞ സ്കിൻ ടോൺ ആയിക്കോട്ടെ, നമ്മുടെ ബോഡി ടൈപ്പ് ആയിക്കോട്ടെ, ബോഡി ഷേവിങ് ചെയ്യുന്നവരുടെ ഇടയിലാണ് നമ്മൾ എല്ലാവരും വളർന്നു വന്നിട്ടുള്ളത്. എല്ലാരെയും പോലെ തന്നെ ഇൻസെക്യൂർ ആയിരുന്നു ഇതിന് മുന്നേക്കെ. ആക്ച്വലി ഞാനും എന്റെ കുഞ്ഞിലെ ഞാൻ ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട്. ഈവൻ നമ്മുടെ ഫാമിലി ഫംഗ്ഷനിലാണെങ്കിൽ പോലും, ഈവൻ നമ്മുടെ പാരന്റ്സ് ആണെങ്കിൽ പോലും ഒരു ഡ്രസ് കളർ ചൂസ് ചെയ്യണേൽ നമ്മുടെ അടുത്ത് പറയും അത് വേണ്ട, നിനക്ക് ചേരത്തില്ല എന്ന്. അതിൽ നിന്ന് ഇപ്പൊ എന്റെ അടുത്ത് ഓരോ കുട്ടികൾ വന്ന് പറയും, ചേച്ചിനെ കണ്ടിട്ടാ ഞാൻ യെല്ലോ ഇട്ട് തുടങ്ങിയത്, ബ്ലൂ ഇട്ട് തുടങ്ങിയത്, ഗ്രീൻ ഇട്ട് തുടങ്ങിയത്. ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു, ഞാൻ എന്താ സമ്പാദിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഞാൻ മെയിൻ ആയിട്ട് ഇതാണെന്ന് പറയും. ഇത്രയും പേർക്ക് ഇങ്ങനെ ഒരു ഇൻസ്പിറേഷൻ ആവാൻ പറ്റിയത് ഭയങ്കര, അതാണ് എൻ്റെ മെയിൻ ഏണിങ്സ് ഇതിനകത്തുനിന്ന്. അതിൽ നിന്ന് കിട്ടിയൊരു കോൺഫിഡൻസ് എനിക്ക് ഇപ്പൊ പറയാം. ഞാൻ ഇപ്പൊ വിദ്യാ വിജയകുമാർ ഇവിടെ നിൽക്കുന്നത് അതിൽ നിന്ന് കിട്ടിയൊരു കോൺഫിഡൻസിലാണ്. അതുപോലെ തന്നെ ഈ ഒരു ആൽബത്തിലേക്ക് ആണെങ്കിൽ മോനലോവ എന്ന് പറയുന്നതിനകത്തിൽ ആ ഓരോ വരി എടുത്ത് ശ്രദ്ധിച്ചാൽ അറിയാം, ഭയങ്കര ബോൾഡാണ്, ഭയങ്കര പവർഫുള്ളാണ്. ഗേൾഫ്രണ്ട് എന്ന് വെച്ചാൽ ഗേൾഫ്രണ്ടിന് ഇല്ലാത്ത കഴിവുകളില്ല എന്നാണ് ആ ഒരു വരി മൊത്തവും പറഞ്ഞു വെക്കുന്നത്. അത്യാവശ്യം ബോൾഡാണ്. പിന്നെ അതിനകത്തൊരു ഭയങ്കര റിലേഷൻഷിപ്പിലാണെങ്കിലും ഭയങ്കര ബോൾഡ്, അങ്ങനത്തെ ഒരു. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെ അല്ലെങ്കിൽ എൻ്റെ ഗസ്റ്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇങ്ങനെ പറയാം, കുപ്പത്തൊട്ടിയിലെ മാണിക്യത്തെ കണ്ടുപിടിച്ചവൾ ആണ്. അപ്പോൾ ഇതിനോടകം തന്നെ ഏകദേശം ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതെ, നമ്മുടെ സ്വന്തം വേടന്റെ മോനലോവയാണ് ഇന്ന് എൻ്റെ ഗസ്റ്റ് ആയിട്ടുള്ളത്. നമസ്കാരം. നമസ്കാരം. അതെ, ആദ്യം തന്നെ ചോദിക്കാനുള്ളത് വേടന്റെ മോനലോവയാണോ? അതെ, അതെ, കഥാപാത്രം ചെയ്തേക്കുന്നത് ഞാനാണ്. അതെ. ഓക്കെ, അപ്പൊ മോനലോവന്റെ റിയൽ നെയിം ഒന്ന് പറഞ്ഞു.
വിദ്യ വിജയകുമാർ. വിദ്യ വിജയകുമാർ. ഓക്കെ, ഓൾറെഡി തന്നെ നമ്മള് പോസ്റ്റ് കണ്ടിട്ട് ഒരുപാട് പേര് ഇതാണോ വേടന്റെ മോനലോവ, അതായത് ഓൾറെഡി വേടൻ പറഞ്ഞിട്ടുണ്ട് വേടന്റെ ഗേൾഫ്രണ്ടിന് വേണ്ടിയിട്ട് എഴുതിയ പാട്ടാണെന്നൊക്കെ. അപ്പൊ അതിലേക്ക് വരുമ്പോ വേടന്റെ മോനലോവയാണ് എന്ന് പറയുമ്പോ വേടന്റെ ഗേൾഫ്രണ്ട് ആണോ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. അതിനെന്താ മറുപടി? വേടന്റെ ഗേൾഫ്രണ്ട് അല്ല. വേടന്റെ ഗേൾഫ്രണ്ട് അല്ല ഗൈസ്, നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്. അതെ, ഒരുപാട് പേരുടെ സംശയമാണ് ഗൈസ്, വേടന്റെ ഗേൾഫ്രണ്ട് അല്ല. അതെന്താ ആ തരത്തിലേക്ക് തെറ്റിദ്ധരിക്കാൻ കാരണം എന്താണെന്നാ വിദ്യ വിചാരിക്കുന്നത്? വേടൻ തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ ഗേൾഫ്രണ്ടിന് വേണ്ടിയാണ് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നതെന്ന്. സോ അതിൽ നിന്നൊരു ആൾക്കാരെല്ലാം ഊഹിച്ചതായിരിക്കാം. അതെ, നോക്കുമ്പം ആദ്യം സോങ് ആണ് ഔട്ട് ആവുന്നത്. നമ്മൾ ലിറിക്കൽ വീഡിയോ അങ്ങനത്തെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് അതിന്റെ വിഷ്വൽ വന്നപ്പോഴത്തേക്ക് നോക്കുമ്പോൾ വിഷ്വലുള്ളത് വിദ്യയാണ്. അപ്പൊ ഓൾറെഡി അപ്പൊ വിചാരിക്കും ഗേൾഫ്രണ്ടിന് വേണ്ടി എഴുതിയ പാട്ടിൽ എന്തായാലും ഗേൾഫ്രണ്ട് അല്ലേ അഭിനയിക്കും, അതും വേടൻ തന്നെ അഭിനയിച്ചേക്കുന്നു. അപ്പൊ പിന്നെ വേടൻ ഓപ്പോസിറ്റ് ആയിട്ട് ഗേൾഫ്രണ്ടിനെ അല്ലേ കൊണ്ടുവരൂ എന്നൊരു അത് വെച്ചിട്ടാണ് വിദ്യയാണെന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പം കമന്റോ അല്ലാതെ പേഴ്സണൽ മെസ്സേജസ് വല്ലതും വന്നിട്ടുണ്ടോ? ആക്ച്വലി ഈ പാട്ട് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഇങ്ങനെ മെസ്സേജ് വരാറുണ്ടായിരുന്നു. അതെ, ഈ പാട്ട് അനൗൺസ് ചെയ്ത് ഈ പാട്ട് ആക്ച്വലി ഓഡിയോ ഔട്ട് ആയപ്പോ തന്നെ കുറെ പേർക്ക് എനിക്കിങ്ങനെ DM വരുന്നുണ്ടായിരുന്നു, വിദ്യ ആണോ വേടന്റെ ഗേൾഫ്രണ്ട് എന്ന്. അപ്പൊ എനിക്കറിയില്ല അത് എങ്ങനെയാണ് അവര് അങ്ങനെയൊക്കെ പറയുന്നതെന്ന്. പിന്നെ സോങ് ഇറങ്ങാറായപ്പോ ഓൾമോസ്റ്റ് എനിക്ക് മെസ്സേജ് വന്നു തുടങ്ങി. ട്രെയിലർ ഒക്കെ ഔട്ട് ആയപ്പോ മെസ്സേജ് വന്നു തുടങ്ങി. പിന്നെ പാട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോ കമന്റ്സിലാണെങ്കിലും യൂട്യൂബില് എന്റെ അക്കൗണ്ട്സിലൊക്കെ, എന്റെ അക്കൗണ്ടിൽ എന്റെ ബ്രദറിന്റെ അക്കൗണ്ടിലൊക്കെ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ടായിരുന്നു ഇങ്ങനെ ചോദിച്ചിട്ട്. പിന്നെ എന്റെ ഫ്രണ്ട്സിനായാലും അവരുടെ ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്, ഇനി യഥാർത്ഥത്തില് വിദ്യയാണോ വേടന്റെ ഗേൾഫ്രണ്ട് എന്നുള്ള രീതിയിൽ. അത് ഓക്കെ, അത് ഓൾറെഡി വീഡിയോ ഔട്ട് ആയി കഴിഞ്ഞിട്ട് ചോദിക്കുന്നത് ഓക്കെ, അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ട്. അതിന് മുന്നേ തന്നെ DM-ലേക്ക് അത് വരാനുള്ള റീസൺ ഫോളോ ചെയ്യുന്നുണ്ടോ? വേടൻ ഫോളോ ചെയ്യുന്നുണ്ട്. മേ ബി അത് വെച്ചിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്യുന്നത് വെച്ചിട്ട് മറ്റേ ഇങ്ങനെ സെർച്ച് ചെയ്ത് അല്ലേ ഓൺലൈൻ CIDs കണ്ടുപിടിച്ചതായിരിക്കാം. അങ്ങനെ മെസ്സേജസ് വരുന്നുണ്ട്. ആ ടൈമിൽ എന്തായിരുന്നു എല്ലാവർക്കും മറുപടി കൊടുത്തോണ്ടിരുന്നത്? ഞാനല്ല എന്നുള്ള രീതിയിൽ? ഇല്ല, നമ്മൾ എല്ലാത്തിനും മറുപടി കൊടുക്കാൻ ടൈം കാണില്ലല്ലോ. അപ്പം ഇത് ഇങ്ങനെ വരുന്നത് സ്വാഭാവികമാണല്ലോ, എന്തെങ്കിലും വർക്ക് എന്തെങ്കിലും വരുമ്പോ. അപ്പൊ അതൊക്കെ അങ്ങനെ അത്ര ഹാർഡായിട്ട് എടുക്കാറില്ല. അതൊക്കെ ഒരു വർക്കിന്റെ പാട്ടാണെന്ന് ഒരുപാട് പേർക്ക് മനസ്സിലാവും. അപ്പം ശരിക്കും യഥാർത്ഥത്തിലുള്ള വേടന്റെ മോനലോവയെ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ഇല്ല, അത് ആരാന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അത് ഓൾറെഡി പലയിടത്ത് വേടന്റെ കൂടെ നിന്നിട്ട് അത് ഫാൻസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇന്ന ആളാണ് ഈ ആളാണെന്ന് പറഞ്ഞിട്ട്. അപ്പം ആ തരത്തിൽ എപ്പോഴെങ്കിലും ഷൂട്ടിന്റെ ഇടയ്ക്ക് എങ്ങാനും അങ്ങനെ ഒരാളെ കണ്ടോ അവിടെ? ഇല്ല, അങ്ങനെ ആരെയും കണ്ടിട്ടില്ല. ഞാൻ ഓൾറെഡി ഇതിന്റെ കഥ എന്താന്ന് പറയുമ്പോ തന്നെ എന്റെ അടുത്ത് വേണ്ട ഗേൾഫ്രണ്ടിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് പാട്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. ആൻഡ് വേടനെ കണ്ടപ്പോഴും അതിനെപ്പറ്റി സംസാരം നടക്കുന്നുണ്ടായിരുന്നു. അല്ലാണ്ട് കൂടുതൽ പേഴ്സണൽ ഡീറ്റെയിൽസിലോട്ട് പോയിട്ടില്ല. അപ്പൊ എനിക്ക് ആളാരെന്ന് അറിയില്ല. ഇപ്പൊ ഇവര് കണ്ടുപിടിക്കുന്ന ആള് തന്നെയാണോ അങ്ങനെ എനിക്ക് കൃത്യമായിട്ട് അറിവില്ല. ലൈക്ക് ഇപ്പം എന്റെ ഫോട്ടോ വെച്ചും വരുന്നുണ്ടല്ലോ, അതുപോലെ ആരാണെന്ന് വേടൻ തന്നെ പറയണം. അതെ അല്ലേ. ഈ ഒരു വീഡിയോയിലേക്ക്, ഈ ഒരു ആൽബത്തിലേക്ക് അഭിനയിക്കാനുള്ള ഫസ്റ്റ് അത് അപ്രോച്ച് ചെയ്യുന്ന ആരാ വിദ്യനെ? ആക്ച്വലി വേടന്റെ ക്രിയേറ്റീവ് ഡയറക്ടർ ഒരു ആളാണ് എന്നെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുന്നത്. അപ്പൊ മെസ്സേജ് കണ്ടിട്ട് വേടന്റെ വർക്ക് ആണെന്ന് അറിയില്ലായിരുന്നു, ഒരു വർക്ക് റിലേറ്റഡ് കാര്യമാണെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. അപ്പൊ ഞാൻ നമ്പർ സെൻഡ് ചെയ്ത് വിളിക്കായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 6 o'clock ആയി കാണും. അപ്പൊ ഞാൻ ഇങ്ങനെ ഓഫീസിൽ നിൽക്കുമായിരുന്നു, ഷിഫ്റ്റ് കയറാൻ വേണ്ടി നിൽക്കുന്ന ടൈമിലാണ് വിളിക്കുന്നത്. അപ്പൊ വിളിച്ചപ്പോഴത്തേക്കും ഇങ്ങനെ പറഞ്ഞു വേടന്റെ നെക്സ്റ്റ് വർക്കിലേക്കാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. പുള്ളിക്ക് നമ്മളെ വിളിക്കാന്നുള്ളത് ഇറ്റ്സ് എ ബിഗ് തിങ്. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. പിന്നെ നമുക്ക് ആക്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ, ഒരു വലിയ വർക്കിന്റെ പാട്ടാവണം എന്നൊക്കെ. ഫസ്റ്റ് തന്നെ ഒരു വലിയ ഇത് വരിക, ഒരു വീഡിയോ സോങ്ങിലൊക്കെ അഭിനയിക്കുന്ന ഫസ്റ്റ് ടൈം ആണോ? അല്ല, ഞാൻ ചെറിയ വർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഒരു ഇങ്ങനെ ഒരു, അതായത് മെയിൻ ഒരു ക്യാരക്ടർ അങ്ങനെ പറയാൻ, അതാണോ? മെയിൻ ക്യാരക്ടർ ഓൾറെഡി ഞാൻ 1-2 മ്യൂസിക് വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും അത്ര എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള വർക്ക്സ് അല്ലായിരുന്നു. സോ ഇത് വേണ്ട പോലുള്ള ഒരാളുടെ വർക്ക് ആകുമ്പം അതിനൊരു അത് ഓൾറെഡി ഓഡിയോ സോങ് അത്രയും ആൾക്കാർ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ട് വരിക എന്ന് പറയുമ്പോഴത്തേക്ക് അറിയാലോ അല്ലെ, അത് എത്രത്തോളം റീച്ച് ആകും എന്നുള്ള കാര്യം നമുക്ക് ഏകദേശം ഊഹിക്കാമോ. എന്തായാലും ഒരു പരിധിക്ക് അപ്പുറമായിരിക്കും എന്റെ റീച്ച് എന്നുള്ളത് നമുക്ക് ഊഹിക്കാം. അപ്പൊ ഫസ്റ്റ് തന്നെ ഇങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു. അഭിനയിക്കാൻ പോയ ഫസ്റ്റ് ഡേ എവിടെ വെച്ചിട്ടായിരുന്നു ഷൂട്ടൊക്കെ? ഷൂട്ടൊക്കെ എറണാകുളത്ത് വെച്ചായിരുന്നു. അവിടെ പോയിട്ടാണ് ഫസ്റ്റ് വേടനെ മീറ്റ് ചെയ്യുന്നത്? അങ്ങനെയാണോ? അതെ, ഫസ്റ്റ് നേരിട്ട് കാണുന്നത് അപ്പോഴാണ്? അല്ല, അതിന് ഒരു 1 week or 2 week മുന്നേ ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു
പ്രോഗ്രാം ഉണ്ടായിരുന്നു വേടന്റെ. അപ്പൊ അത് കാണാൻ പോയിട്ടുണ്ടായിരുന്നു ഒരു കോളേജിൽ വെച്ചിട്ട്. അപ്പൊ അത് കാണാൻ വീട്ടിൽ നിന്ന് എല്ലാവരുമായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഓൾറെഡി ഇല്ല അന്നേരം അറിയില്ല. ജസ്റ്റ് 1 വീക്ക് മുന്നേ അങ്ങനെ കാണുമ്പോ അറിയില്ല. ഇല്ല, അറിയുന്നില്ലായിരുന്നു. അടുത്ത ആഴ്ച ഞാൻ മോനിലോ ആവാൻ പോവാണെന്നുള്ള കാര്യം അറിയുന്നില്ലായിരുന്നു. അന്ന് എല്ലാരും പോലെ കുറച്ച് ദൂരം നിന്ന് കണ്ടു എൻജോയ് ചെയ്തിട്ട് വീട്ടിൽ പോയി. ഓൾറെഡി വേടന്റെ ഫാൻ ആയിരുന്നു, അതായത് പാട്ടൊക്കെ ആ പാട്ടൊക്കെ ഞാൻ കേൾക്കാറുണ്ടായിരുന്നു. വലിയ ഇഷ്ടമുള്ള പാട്ടൊക്കെ ആയിരുന്നു. അതെ, ഓൾറെഡി പാടുന്ന ആളാണ്. അപ്പൊ അല്ലേ അത് പറഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ പാടിപ്പിക്കാനാണോ? അല്ലല്ലോ, പാടിപ്പിച്ചാലോ ആ ഒരു പാട്ട്? അഭിനയിച്ച പാട്ടല്ലേ ആ പാട്ട്? പാട്ടൊക്കെ ഓൾറെഡി പാടുന്ന ആളല്ലേ. രണ്ടുപേരി സ്വന്തമായിട്ട് അഭിനയിച്ച ആൽബത്തിലെ പാട്ട് പാടണമെന്നൊക്കെ. ഫസ്റ്റ് ഇന്റർവ്യൂ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഓക്വേർഡായിട്ട് ഇരിക്കാം. അപ്പോഴും പാട്ട് കുറച്ച് ടെൻഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞ ടെൻഷൻ എന്താന്ന് വെച്ചാൽ കേൾക്കത്തില്ല. എന്നാലും ഒരു പാട്ട് ജസ്റ്റ് ഒന്ന് പാട്. ജസ്റ്റ് പാട്ടാണോ? ആ, അഭിനയിച്ച മോണലോവനൊന്ന് പാടാൻ നോക്കാനോ? രണ്ടുപേരി. മോണലോവയേ മോഹലാവയേ എന്റെ നാളയേ പ്രേമലീലയേ, അത്രേ ഉള്ളു. അവിടെ നിന്നുള്ള ട്രാൻസിഷൻ ഒക്കെ ആക്ച്വലി വേടനെ കൊണ്ടേ പറ്റൂ. ഓക്കെ, അപ്പം അവിടെ ചെന്ന് ഫസ്റ്റ് കണ്ടപ്പോ ഉള്ളൊരു ഫീൽ എന്തായിരുന്നു? എന്താ സംസാരിച്ചു തുടങ്ങുന്നൊക്കെ? ഞാൻ ചെന്നപ്പോ വേടന് നല്ല ഉറക്കമായിരുന്നു. ലൈക്ക് തലേന്ന് വേടന് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പം ചേട്ടൻ പോയിട്ട് വന്നിട്ട് നല്ല ഉറക്കമായിരുന്നു. അപ്പൊ ഉറക്കത്തിൽ കിടക്കുന്ന ആളിനെ ആദ്യം കണ്ടത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങള് പോയി ഫുഡൊക്കെ കഴിച്ച് ഇവിടുന്ന് ട്രാവൽ ചെയ്ത് പോയതിന്റെ ട്രിവാൻഡ്രത്ത് പോയതിന്റെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നോണ്ട് ഫുഡൊക്കെ കഴിച്ച് റെഡിയായി വന്നപ്പോഴാണ് വേടനൊന്ന് റെഡിയായി വന്നത്. അതെ, അപ്പൊ വലിയ കാര്യമായിരുന്നു. പുള്ളി എന്നെ മുന്നേ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അതെ, അപ്പം അങ്ങനെ എന്തോ ഒരു തവണയൊക്കെ മെസ്സേജ് ജസ്റ്റ് അയച്ചിട്ടുണ്ട്. അല്ലാണ്ട് ഒരു എനിക്ക് വലിയൊരു കമ്പനി അങ്ങനെ ഇല്ലായിരുന്നു. അപ്പം അന്ന് തന്നെയാണ് ആദ്യമായിട്ട് സംസാരിക്കുന്നത്. എന്റെ ബ്രദർ ഭയങ്കര ഫാനായിരുന്നു. ബ്രദറാ കൂടെ വന്നത്. അപ്പം എന്നെ കാട്ടിയും അവൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ ഞാൻ കുറച്ചു പേരുടെ അടുത്തൊക്കെ ഇത് ഓൾറെഡി പറഞ്ഞായിരുന്നു. അപ്പൊ അവരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതെ, കാരണം ഓൾറെഡി നമ്മൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വേടനെ ഒന്ന് കാണുക, അവന്റെ കുഞ്ഞുങ്ങൾ പോലും ഭയങ്കര അത്രത്തോളം ഇതായിട്ടിരിക്കുന്ന ഒരു ടൈമില് ഇതിന്റെ വീഡിയോ വരുന്നു. ആ വീഡിയോയിലേക്ക് വരിക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് ഊഹിക്കാലോ ഒരു എക്സൈറ്റ്മെന്റ്. എനിക്കൊന്ന് കൂടുതൽ ഫ്രണ്ട്സ് ആണെങ്കിൽ തന്നെ എക്സൈറ്റഡ് ആവും, ഓഫ് കോഴ്സ് ആവും. അപ്പം ഈ പറയുന്ന പോലെ അവിടെ ചെന്ന് കണ്ടു. എത്ര ദിവസത്തെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു ഇതിന്? എനിക്ക് ഒരു ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു. ഒരു ദിവസം കൊണ്ട് ഗ്രീൻ സ്ക്രീനിലായിരുന്നു. അതുകൊണ്ട് ഇൻഡോർ ആയിരുന്നോണ്ട് പെട്ടെന്ന് അങ്ങനെ. ടെൻഷൻ ഉണ്ടായിരുന്നു, കൂടെ അഭിനയിക്കാൻ പോവാണ്. വർക്കിലേക്ക് വരുമ്പോ എനിക്ക് അത്ര ടെൻഷൻ ഇല്ലായിരുന്നു. ഓൾറെഡി എന്താ ചെയ്യേണ്ടതെന്ന് അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ടെൻഷനായിട്ട് നമുക്ക് എപ്പോഴും ഒരു ചെറിയൊരു ഇത് കാണുമെങ്കിലും ഫസ്റ്റ് ഷോട്ട് കഴിയുമ്പോ എപ്പോഴും അത് പോവാറുണ്ട്. അതെ, അതുകൊണ്ട് ഭയങ്കര. പിന്നെ പുള്ളി നല്ല കൂളായിരുന്നു. ഭയങ്കര നമ്മളെ കംഫർട്ട് ചെയ്താ അഭിനയിച്ചത്. അപ്പം എല്ലാരും ക്രൂ ഫുള്ള് അങ്ങനെയാ നിന്നത്. അപ്പൊ അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അവിടെ ചെന്നിട്ട് ചോദിച്ചു, ഇത് ആരാ ഫസ്റ്റ് മോണലോവായിട്ട് എന്നെ സജസ്റ്റ് ചെയ്ത്? വേടൻ തന്നെയാണ് സജസ്റ്റ് ചെയ്തത്. അവരിങ്ങനെ ഈ ഒരു പാട്ടിന് വേണ്ടി ആളിനെ നോക്കിയപ്പോ വേടൻ തന്നെയാണ് എന്റെ പ്രൊഫൈൽ കാണിച്ചിട്ട് പറഞ്ഞത്. അത് എന്റെ അടുത്ത് ഓൾറെഡി കോൾ വിളിച്ചപ്പോഴേ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വേടൻ തന്നെയാണ് സജസ്റ്റ് ചെയ്തത് എന്ന്. അപ്പൊ ഞാൻ ഓക്കെ, നമ്മളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് തോന്നി. ഓൾറെഡി ഫോളോ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ എന്നാലും ഫോളോ ചെയ്യുമ്പം ഒരുപാട് പേര് ഫോളോ ചെയ്യുമല്ലോ. അതിനകത്തുനിന്ന് നമ്മൾ തന്നെ ചൂസ് ചെയ്ത് ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നപ്പോ തന്നെ എന്നെയാണ് ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അവർക്കെല്ലാം ഓക്കെ ആയിരുന്നു. ഡയറക്ഷൻ ആ ടീമിനും ഓക്കെ ആയിരുന്നു. അങ്ങനെ പിന്നെ നേരെ കോണ്ടാക്ട് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു. അതെ, അത് കഴിഞ്ഞിട്ട് അഭിനയിച്ചിട്ട് എങ്ങനെ, അതായത് അഭിനയിക്കുന്ന ടൈമില് ഉള്ള വേടൻ എങ്ങനെയാ? നമ്മൾ കാണുന്ന പോലെയാണോ അതോ വർക്കിലേക്ക് വരുമ്പോ? ഇല്ല, എല്ലാവരുടെ അടുത്തും ഭയങ്കര കൂളാണ്. അവിടെ കൊച്ചു കുട്ടികൾ വന്നാലും എല്ലാരും അവിടെ ഒരുപാട് വേടൻ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ കൂടിയായിരുന്നു. എല്ലാവരുടെ അടുത്തും പോയി സംസാരിക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ഒരു ഭയങ്കര മനസ്സ് കാണിക്കുന്ന ഒരാളാണെന്ന് തോന്നി. ലൈക്ക് നമുക്കാണെങ്കിലും കുറെയൊക്കെ നമ്മൾ ഈ ഷൂട്ടിന്റെ ഇത് പിന്നെ അല്ലാതെ തന്നെ നമുക്കിപ്പം എന്തെങ്കിലും എപ്പോഴും നമുക്ക് അങ്ങനെ അവൈലബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. നമുക്കാണെങ്കിലും ഒരു എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, പുറത്തിറങ്ങണം, ഫോട്ടോ എടുക്കണം. അപ്പൊ എനിക്ക് തന്നെ ഇടയ്ക്ക് ഇങ്ങനെ തോന്നി, അയ്യോ ഇതൊക്കെ ഭയങ്കര പാടല്ലേ എന്ന്. പക്ഷെ പുള്ളി രണ്ടും മാനേജ് ചെയ്യുന്നുണ്ട്. ഞാനതിനെ ചോദിക്കുകയും ചെയ്തു, ഇതെങ്ങനെ മാനേജ് ചെയ്യുന്നത്? അപ്പൊ പറഞ്ഞു വേടൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളതാണ്. അപ്പം ഞാൻ എല്ലാവരുടെ അടുത്തും അങ്ങനെ തന്നെ ആണെന്നുള്ള രീതിയിൽ. അപ്പം ഈ പറയുന്ന പോലെ ഈ ഒരു വീഡിയോ ഔട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുന്ന് വേടൻ കോണ്ടാക്ട് ചെയ്യോ, അതായത് മെസ്സേജ് അയക്കോ എല്ലാം ചെയ്തോ? നല്ലതായിരുന്നു. വേടന്റെ സൈഡ് ആ ടീമിൽ നിന്ന് അവർ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ വേടനായിട്ട് അങ്ങനെ
കോണ്ടാക്ട് ചെയ്തിട്ടില്ല. മേ ബി പുള്ളി ഇപ്പൊ കുറച്ച് സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ കുറച്ച് വിട്ട് നിൽക്കുന്ന പോലെ തോന്നുന്നു. അങ്ങനെ അതുകൊണ്ട് മെസ്സേജ് അയച്ചിട്ട് ആള് ഡയറക്റ്റ് ഉള്ള ആ ഒരു സംസാരം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അല്ല, അവരുടെ ടീം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഡയറക്ഷൻ ടീം ആണെങ്കിലും അവർ എൻ്റെ അടുത്ത് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ഈ ഒരു വർക്കിന് ശേഷം. അപ്പം അതുകൊണ്ട് എനിക്ക് അവിടുന്ന് ആ ടീം അവരുടെ ക്രിയേറ്റീവ് ഡയറക്ടർ അങ്ങനത്തെ ടീമിന്ന് അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഒരു കോണ്ടാക്ട് ഇല്ല, അല്ലാതെ കോണ്ടാക്ട് ഇല്ല. ഇല്ല. അങ്ങനെ മെസ്സേജ് ഒരു ഫ്രണ്ട്സ് ആ ഒരു ഇല്ല, നിങ്ങൾ ജസ്റ്റ് വർക്ക് ചെയ്തു തിരിച്ചു വന്നു, അത്രേ. വർക്ക് ചെയ്തു തിരിച്ചു വന്നു. അപ്പോഴൊക്കെ നമ്മള് വേടനായാലും അതിൻ്റെതായ തിരക്കുകളും കാര്യങ്ങളും പുള്ളിയുടെ ഒരു ഇതൊക്കെ കാണുമല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു കോണ്ടാക്റ്റിലേക്ക് ഇല്ല. ഭയങ്കര ഒരു കോണ്ടാക്ട് ഒന്നും ഇല്ല. അത് കഴിഞ്ഞിട്ട് ഈ ഒരു വീഡിയോ ഔട്ട് വന്നു. അത് കഴിഞ്ഞ് വിദ്യ ഒരു പോസ്റ്റ് ചെയ്യുന്നു, പോസ്റ്റ് വരുന്നു വേടനുമായിട്ട് നിന്നിട്ട് ഫോട്ടോ വരുന്നു. അതിന്റെ താഴെയാണ് കമന്റിന്റെ പ്രവാഹം. ഇതാണോ വേടന്റെ മോനലോവ്? അവസാനം അതായത് വിദ്യേനെ മെൻഷൻ ചെയ്ത് വന്ന മെയിൻ കമന്റ് എന്ന് പറഞ്ഞാൽ കുപ്പിത്തൊട്ടിയിൽ മാണിക്യത്തെ കണ്ടുപിടിച്ചവൾ ആണ് ഈ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ഫസ്റ്റ് ഈ തരത്തിൽ തന്നെ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ടെന്ന് ആ ഒരു ഫീല്, അതായത് അറിഞ്ഞത് എപ്പോഴായിരുന്നു? അറിഞ്ഞത് കമന്റ്സ് വന്നപ്പോ തന്നെയാണ്. മെയിനായിട്ട് കമന്റ്സ് വന്നു. പിന്നെ മെസ്സേജ് അയച്ചു. എനിക്ക് പേഴ്സണലി അറിയാന്നുള്ളവര് എന്നെ എൻ്റെ അടുത്ത് ഇനി നീ അങ്ങനെ ആണോ അങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്നാലും നീ പറഞ്ഞില്ല അങ്ങനെയൊക്കെ. അപ്പം എനിക്ക് ചുമ്മാ കളിയാക്കാനായിട്ടും. അതിൽ തന്നെ ഈ കമന്റിന് റിപ്ലൈ ആയിട്ട് തന്നെ വേറെ ഒരു അക്കൗണ്ട് മെൻഷൻ ചെയ്തിട്ട് ഇതാണ് യഥാർത്ഥത്തില് മോനലോവ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ തിരിച്ചു കമന്റ്. ഇപ്പം ഈ പറയുന്ന സൈബർ അറ്റാക്ക് വല്ലതും ഉണ്ടായോ? അതായത് തെറ്റിദ്ധരിപ്പിക്കുന്നോ ഞങ്ങളെ എന്നുള്ള രീതിയിൽ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അങ്ങനെ സൈബർ അറ്റാക്ക് അങ്ങനെ പറയുന്ന തരത്തിലുള്ള ഒന്നും. പിന്നെ നമ്മൾ വലിയൊരു ഓഡിയൻസിനെ നേരിടുമ്പം അതിൻ്റെതായ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുമല്ലോ. അത് നമുക്ക് നേരിടേണ്ടത് തന്നെയാണ്. അതെ. മെസ്സേജ് അയച്ചിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്നോ ഞങ്ങളെ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടില്ല? ഇല്ല, ഞാൻ ആർക്കും പേഴ്സണലി ഇതുവരെ അതിനൊരു റിപ്ലൈ കൊടുത്തിട്ടില്ല. ഇതായിരിക്കും എന്റെ ഫസ്റ്റ് റിപ്ലൈ. അതെ. ഇല്ല, ഞാൻ അല്ലാണ്ട് അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും ഇരുന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ. ഞാൻ എന്റെ പോസ്റ്റ് ഇടുമ്പോ തന്നെ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, താങ്ക് യു ഫോർ ചൂസിങ് മീ ആസ് മോനലോവ എന്ന്. അപ്പം അതിൽ നിന്ന് ആവുന്നവർക്ക് മനസ്സിലാവും, ഇല്ലാത്തവരിങ്ങനെ അന്വേഷിച്ച് നടക്കുന്നവർക്ക് മേ ബി ഇതൊക്കെ വേണമായിരിക്കും. യൂട്യൂബിലും കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടായിരുന്നു. അതെ, ഇതാണ് മോനലോവ എന്നൊക്കെ പറഞ്ഞിട്ട്. ആകെ അതായത് വരുന്ന കമന്റ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ആകെ ഒരു കൺഫ്യൂഷൻ ആയിട്ടുണ്ട് ആൾക്കാർക്ക്. നമ്മള് നേരത്തെ കണ്ട എനിക്ക് തോന്നുന്നു വേടൻ എവിടെയും ഡിക്ലെയർ ചെയ്തിട്ടില്ല. കമന്റ് ചെയ്യുന്നുണ്ട്, വേടൻ തന്നെ ഒന്ന് പറഞ്ഞ കൊള്ളായിരുന്നു. അതെ, എവിടെയും പറയുന്നില്ല ഇതാണ് എന്നുള്ളത്. പലപ്പോഴും എനിക്ക് തോന്നുന്നു വരുന്ന പോസ്റ്റുകളിലാണെങ്കിൽ തന്നെയും ക്ലാരിഫിക്കേഷൻ ആൾക്കാർക്ക് കിട്ടരുതെന്നുള്ളത് കൊണ്ടായിരിക്കാം ചില പോസ്റ്റുകളിൽ നോക്കുമ്പോൾ കമന്റ് ഓഫ് ആണ്. അപ്പൊ അത് കാരണം ആൾക്കാർക്ക് എന്റെയോ അല്ലല്ല, ഈ പറയുന്ന വേറൊരു കുട്ടിയാണെന്ന് പറയുന്നുണ്ടല്ലോ, ആ കുട്ടിയാണെങ്കിലും വേടനായിട്ട് പോസ്റ്റ് ചെയ്യുന്ന ടൈമിൽ കമന്റ്സ് ഓഫാണ്. അപ്പൊ പിന്നെ അങ്ങനെ പോലും ഇതെന്താ സംഭവം? എനിക്ക് തോന്നുന്നു ഞാൻ ജസ്റ്റ് കണ്ടൊരു കാര്യം പറയാണ്. കുട്ടി വേറൊരാളുമായിട്ടൊരു പോസ്റ്റ് ഇട്ടപ്പോഴത്തേക്ക് അപ്പൊ ഇതാരാ, വേടനാരാ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ പോസ്റ്റിന് താഴെ ഇങ്ങനെ കമന്റ് വരുന്നുണ്ട്. അപ്പൊ ഞാൻ നോക്കുമ്പോ ഓക്കെ, വിദ്യയും ഇതുപോലെ തന്നെ ഇതാണോ മോനലോവ, ഇതല്ലേ മോനലോവ, അപ്പൊ അതാരാ, അപ്പൊ ഇതാണോ ശരിക്കും വേടന്റെ കാമുകി എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. അപ്പം ഈ പറയുന്ന പോലെ നേരിട്ട് എപ്പോഴെങ്കിലും വീട്ടുകാരോടൊക്കെ ഒരു ചോദ്യം വന്നിട്ടുണ്ടോ? ഇല്ല, വീട്ടുകാരോട് ചേട്ടനോട് ചോദ്യം വന്നിട്ടുണ്ട്. കാര്യം ചേട്ടൻ ഓൾറെഡി വേടനായിട്ടുള്ള പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നോണ്ടും പിന്നെ ഞങ്ങൾ 3 നിൽക്കുന്ന ഫോട്ടോ ഒക്കെ ഞാൻ ഇട്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ അക്കൗണ്ട് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അവന്റെ അടുത്തോട്ട് ക്വസ്റ്റ്യൻ പോകുന്നുണ്ടായിരുന്നു. അല്ലാതെ വീട്ടുകാരോട് ഇല്ല, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. ഈ പറയുന്ന പോലെ ഇപ്പം വിദ്യ ഇപ്പൊ എത്ര നാളായിട്ടുണ്ടാവും ഈ മോഡലിംഗിലേക്ക് വന്നിട്ട്? ഞാനൊരു കൊറോണയ്ക്ക് ശേഷം, അതെ, ആ ഒരു സമയത്ത് ടിക്ടോക്ക് ഒക്കെ ബാൻ ആയപ്പോഴാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പയ്യെ റീൽ ഓപ്ഷൻ ഒക്കെ വന്ന് ചെയ്തു തുടങ്ങുന്നേ. അപ്പം ആദ്യം മോഡലിംഗ് ഇല്ലായിരുന്നു, പയ്യെ മോഡലിംഗിലേക്ക് വന്നതാ. അതെ, ആക്ടിങ് തന്നെയാണ് മെയിൻ ഇൻട്രസ്റ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു മോഡലിംഗിലേക്ക് വന്നിട്ട് എത്ര നാൾ കഴിഞ്ഞിട്ട് പറഞ്ഞില്ലേ, ഇതിന് മുന്നേ ആൽബം അങ്ങനത്തെ ഒക്കെ ഇതൊക്കെ ചെയ്തിട്ട് വീഡിയോസ് ചെയ്തിട്ട് വന്നില്ലേ, അതപ്പോ ഏകദേശം മോഡലിംഗിലേക്ക് വന്നതിന് ശേഷമാണോ അതും വരുന്നതോ? അതെ, മോഡലിംഗിലേക്ക് വന്നതിന് ശേഷമാണ്. പക്ഷെ അതൊക്കെ അത്ര വലിയ വർക്കായിരുന്നില്ല, ചെറിയ വർക്കായിരുന്നു. അതിൽ നിന്ന് ഇപ്പൊ കിട്ടുന്ന അത്ര ഒരു റെക്കഗ്നിഷൻ കിട്ടിയിട്ടില്ല. ഇല്ല, ഓൾറെഡി ഒരു മോഡൽ എന്നുള്ള രീതിയിൽ വിദ്യനെ കുറച്ച് കൂടുതൽ ആൾക്കാർക്ക് അറിയായിരുന്നു അല്ലേ? ഏകദേശം ഇൻസ്റ്റഗ്രാമിലൊക്കെ തന്നെയാണെങ്കിലും ഫോളോവേഴ്സിന്റെ നോക്കുമ്പോൾ മനസ്സിലാകും, ഓൾറെഡി അറിയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു ആൽബം സോങ്ങിലേക്ക് വന്നപ്പോഴേക്കാണ് കൂടുതലും എനിക്ക് തോന്നുന്നു അഭിനയം
എന്നൊരു കാര്യവും കൂടി വിദ്യേന്റെ ഇതിലുണ്ടെന്നുള്ള രീതിയിലേക്ക് വരുന്നത് അല്ലേ. അപ്പം ഇതിന് ശേഷം അതായത് വേടന്റെ വേറെ എന്തെങ്കിലും വർക്കിലേക്ക് എന്തെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ഇല്ല, വേടന്റെ വർക്കിലേക്ക് അങ്ങനെ ഒന്നും വിളിച്ചിട്ടില്ല. അല്ലാണ്ട് ഇങ്ങനെ വർക്ക്സ് വരുന്നുണ്ട്, ഒക്കെ നോക്കുന്നുണ്ട്. അതെ, ഇപ്പം വേറെ എന്തെങ്കിലും ഫിലിമിലേക്കോ അങ്ങനെ വല്ലോ? ഫിലിം ഓൾറെഡി ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ സ്ക്രിപ്റ്റ് ഒക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ അത് ആ ഒരു വെയിറ്റിംഗിലാണ്. എന്താ ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? ഇപ്പൊ ഞാൻ വർക്കിംഗ് ആണ്. കുറച്ചുകൂടിയൊക്കെ കഴിഞ്ഞിട്ട് എന്റെ കോണ്ടന്റ് ക്രിയേഷൻ കുറച്ചും കൂടി ഒന്ന് ഫോക്കസ് ചെയ്യണം. ആൻഡ് എല്ലാരെയും പോലെ തന്നെ ആക്ടിങ് തന്നെയാണ് മെയിൻ ഇൻട്രസ്റ്റ്. സോ അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യണം. പിന്നെ ഇപ്പൊ തന്നെ നമ്മുടെ സ്കിൻ ടോൺ റിലേറ്റഡ് ക്യാരക്ടേഴ്സ് ആണ്. നമുക്ക് ആ ഒരു സ്റ്റീരിയോ ടൈപ്പ് മാറ്റിയിട്ട് നമുക്ക് കുറച്ച് മെയിൻ റോൾസ്, അതായത് ഈ സ്കിൻ ടോൺ ഇമ്പോർട്ടൻസ് ഇല്ലാത്ത റോൾസ് ഒക്കെ അതൊന്ന് നോർമലൈസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെയുള്ള ചേഞ്ചസ് ഇപ്പം സിനിമയിൽ വന്നു തുടങ്ങി. മേ ബി അങ്ങനെ അതിന്റെ ഒരു പാർട്ടാവാൻ പറ്റട്ടെ. എല്ലാരും എക്സ്പെക്ട് ചെയ്യുന്ന പോലെ നമുക്ക് സ്കിൻ ടോണിന്റെ ബേസ്ഡ് അല്ലാത്ത ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റണം. അതാണ് മെയിൻ ഒരു എന്ന് പറയാനല്ലേ. എന്ന് വെച്ചാല് അത് ഓൾറെഡി ഇപ്പം ഫസ്റ്റ് ടൈം ഈ പറയുന്ന മോഡലിംഗിലേക്ക് വന്നപ്പോ ഈ പറയുന്ന പോലെ അങ്ങനെ എന്തെങ്കിലും നേരിട്ടിട്ടുണ്ടോ ഈ ഒരു രീതിയില്? ഞാൻ ആദ്യം എല്ലാരെയും പോലെ തന്നെ ഇൻസെക്യൂർ ആയിരുന്നു ഇതിന് മുന്നേക്കെ. പിന്നെ പയ്യെ ടിക്ടോക്ക് ആണ് ആക്ച്വലി എന്നെ ഒന്ന് റിയലൈസ് ചെയ്യാൻ അവസരം ഉണ്ടാക്കി തന്നത്. അതിനകത്തെ കമന്റ്സ്, അതിനകത്തെ ആൾക്കാർ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ പയ്യെ എന്റെ സ്കിൻ ടോൺ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. പിന്നെ അവിടുന്ന് പിന്നെ എനിക്ക് അങ്ങനെ എന്റെ സ്കിൻ ടോൺ അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് ഹേറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല ഈ നിമിഷം വരെയും. ഞാൻ പ്രൗഡായിട്ട് തന്നെയാണ് സ്കിൻ ടോൺ എന്നെ ക്യാരി ചെയ്യുന്നത്. സോ ഇല്ലാതെ അങ്ങനെ ഇപ്പം പക്ഷെ കമന്റ് ബോക്സിലൊക്കെ ഉറപ്പായിട്ടും രണ്ട് സൈഡ് കാണുമല്ലോ, അതെ, വരാറുണ്ട്. പിന്നെ അതിനൊക്കെ ഞാൻ ഇഗ്നോർ ചെയ്യാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഒക്കെ ഈ കമന്റുകൾ വേദനിപ്പിച്ചിരുന്നോ? ഫസ്റ്റ് ആ ഒരു ഇനിഷ്യലി വേദനിപ്പിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചാല് വേദനിപ്പിച്ചിട്ടുണ്ട്. എന്നാലും അതിൽ നിന്ന് കിട്ടിയൊരു കോൺഫിഡൻസ് എനിക്ക് ഇപ്പൊ പറയാം. ഞാൻ ഇപ്പൊ വിദ്യാ വിജയകുമാർ ഇവിടെ നിൽക്കുന്നത് അതിൽ നിന്ന് കിട്ടിയൊരു കോൺഫിഡൻസിലാണ് ഞാൻ ഇതുവരെ എത്തി. നേരിട്ട് ഈ തരത്തില് നമ്മൾ ഓൾറെഡി ഇപ്പം ഈ പറയുന്ന സ്കിൻ ടോൺ ആയിക്കോട്ടെ, നമ്മുടെ ബോഡി ടൈപ്പ് ആയിക്കോട്ടെ, എല്ലാത്തിന്റെ പേരിലും ഈ പറയുന്ന പോലെ ഇതൊക്കെ ഒരു ഫണ്ണല്ലേ എന്ന് പറഞ്ഞ് ബോഡി ഷേമിങ് ചെയ്യുന്നവരുടെ ഇടയിലാണ് നമ്മൾ എല്ലാവരും വളർന്നു വന്നിട്ടുള്ളത്. അപ്പം ആ ഒരു ടൈമിൽ, അതായത് ചെറുപ്പം മുതലുള്ള അങ്ങനെ നേരിട്ടിട്ട് ഇപ്പം, അതായത് ഇപ്പൊ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പൊ ഈ ബോഡി ഷേമിങ് ചെയ്യുന്നവരെ ചിലപ്പോൾ നമ്മൾ പോലും മറുപടി കൊടുക്കേണ്ടി വരത്തില്ല, നമ്മുടെ കൂടെ നിൽക്കുന്നവര് മറുപടി കൊടുക്കും. ആ ഒരു അവസ്ഥയിലേക്ക് ഇപ്പൊ എത്തിയിട്ടുണ്ട്. ആ ഒരു മാറ്റത്തെ എങ്ങനെ കാണുന്നുണ്ട്? ആക്ച്വലി ഞാനും എന്റെ കുഞ്ഞിലെ ഞാൻ ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട്. ഈവൻ നമ്മുടെ ഫാമിലി ഫംഗ്ഷനിലാണെങ്കിൽ പോലും, ഈവൻ നമ്മുടെ പാരന്റ്സ് ആണെങ്കിൽ പോലും ഒരു ഡ്രസ് കളർ ചൂസ് ചെയ്യണേലും നമ്മുടെ അടുത്ത് പറയും അത് വേണ്ട, നിനക്ക് ചേരത്തില്ല എന്ന്. അതിൽ നിന്ന് ഇപ്പൊ എന്റെ അടുത്ത് ഓരോ കുട്ടികൾ വന്ന് പറയും, ചേച്ചിനെ കണ്ടിട്ടാ ഞാൻ യെല്ലോ ഇട്ട് തുടങ്ങിയത്, ബ്ലൂ ഇട്ട് തുടങ്ങിയത്, ഗ്രീൻ ഇട്ട് തുടങ്ങിയത്. ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു, ഞാൻ എന്താ സമ്പാദിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഞാൻ മെയിൻ ആയിട്ട് ഇതാണെന്ന് പറയും. ഇത്രയും പേർക്ക് ഇങ്ങനെ ഒരു ഇൻസ്പിറേഷൻ ആവാൻ പറ്റിയത് ഭയങ്കര, അതാണ് എന്റെ മെയിൻ ഏണിങ്സ് ഇതിനകത്തുനിന്ന്. ഇത്രയും പേര് അങ്ങനെ മെസ്സേജ് അയക്കും. എനിക്ക് ഒരുപാട് DM വരാറുണ്ട്, ഇത്ര ഇൻസെക്യൂർ ആയിരുന്നു ഞാൻ, ചേച്ചിനെ കണ്ടാണ് ഇങ്ങനെ എനിക്ക് മാറാൻ തോന്നിയത്, ചേച്ചി എങ്ങനെ ഇത് ഇങ്ങനെ കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കുന്നു. കോൺഫിഡന്റ് അല്ലാതിരിക്കാൻ ഒന്നും ഇല്ല. ഞാൻ എന്തിനു കോൺഫിഡന്റ് അല്ലാതിരിക്കണം? ഐ ആം പെർഫെക്റ്റ്. സോ എനിക്കങ്ങനെ ഒരു എന്താ എന്ത് വിചാരിക്കും അങ്ങനെ ഒരു സംഭവം എനിക്കില്ല. ഇനിഷ്യലി നമ്മള് ഉറപ്പായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. അന്ന് ബോഡി ഷേവിങ് ചെയ്ത റിലേറ്റീവ്സിനെ ഒക്കെ ഇപ്പൊ ഇങ്ങനെ കാണാറുണ്ടോ? ഇടയ്ക്ക് എപ്പോഴും കാണാറുണ്ട്. അവർക്ക് ഇപ്പൊ വർക്കൊക്കെ എടുത്ത് ഷെയർ ചെയ്യുമ്പോ തന്നെ ഓക്കെ, വെരി ഹാപ്പി. മറ്റേ പ്രതികാരം അത് വീട്ടാനുള്ളതാണ്. ഒരു സന്തോഷം ഉള്ളിലുണ്ടാവൂല്ലോ. മോളെ കുറച്ച് ഷെയർ അല്ലി അമ്മയുടെ അടുത്ത് വാങ്ങിത്തരാൻ പറയാന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ അതാണ് വർക്ക് കണ്ടിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോ ഉറപ്പായിട്ടും സ്കിൻ ടോണിലൊന്നും ഒന്നും ഇല്ല എന്നുള്ളൊരു ഫാക്ടർ മേ ബി അവര് ഒതുക്കത്തിൽ പറയുന്നുണ്ടായിരിക്കാം. പക്ഷെ എന്റെ മുമ്പിൽ എനിക്ക് ഒരു സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതുവരെ ബോഡി ഷേമിങ്, റേസിസം അങ്ങനത്തെ കമന്റ്സ് ഒന്നും എന്റെ മുമ്പിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നേരിട്ട്
പറഞ്ഞിട്ടില്ല. കമന്റ് ബോക്സിൽ ആർക്ക് വേണമെങ്കിലും ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി എന്ത് വേണമെങ്കിലും പറയാം. അതെ, എനിക്ക് തോന്നുന്നു വിദ്യേന്റെ ആ ഒരു ബോൾഡ്നെസ് കണ്ടിട്ട് തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നു ഡയറക്റ്റ് ആർക്കും പറയാനുള്ള ആ ഒരു ഇത് വരാത്തത് എന്ന് തോന്നുന്നു അല്ലേ? കാരണം കുഞ്ഞിലേന്ന് വെച്ചാൽ നമുക്കൊന്നും തിരിച്ചു പറയാൻ അറിയത്തില്ല, അപ്പൊ പിന്നെ എന്ത് വേണേലും പറയാം. ഇനി പറഞ്ഞ ഇവളുടെ കയ്യിൽ നിന്ന് 2 കിട്ടാൻ ചാൻസ് ഇല്ല. കുഞ്ഞിലേയും തിരിച്ച് പറയും, പക്ഷെ കുഞ്ഞിലെ ആകുമ്പോ നമ്മള് ഇമോഷണലി നമ്മള് കുറച്ചും കൂടി വീക്ക് ആയിരിക്കും. പറഞ്ഞാൽ നമ്മുടെ വീട്ടുകാർ പോലും ചിലപ്പോ നമ്മളെ അത് കൊള്ളത്തില്ല എന്ന് തന്നെ പറയും ഡ്രസ്സ് എടുക്കുമ്പം. അപ്പൊ നമുക്കും ഒരു സംഭവം തോന്നും, അപ്പം ഞാൻ കൊള്ളാത്തോണ്ടായിരിക്കാം ഇവരിങ്ങനെ പറയുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെ അല്ലല്ലോ, ഇപ്പം അതൊക്കെ മാറി. നമ്മളെ ഒരു 2 പേര് കുറ്റം പറഞ്ഞാല് ബാക്കി 98 പേര് നമ്മളെ നല്ലതായിരിക്കും പറയുന്നത്. അതെ. പിന്നെ ഇവര് പറയുന്നത് നോക്കിയിട്ടും കാര്യമില്ല, ഒരു കാര്യമില്ല. നമ്മള് കോൺഫിഡന്റ് ആയിട്ടിരിക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ അതിൽ വേറെ ഫാക്ടർ ഒന്നും ഇല്ല. അതുപോലെ തന്നെ ഈ ഒരു ആൽബത്തിലേക്ക് ആണെങ്കിൽ മോണലോവ എന്ന് പറയുന്നതിനകത്തില് ആ ഓരോ വരി എടുത്ത് ശ്രദ്ധിച്ചാൽ അറിയാം, ഭയങ്കര ബോൾഡാണ്, ഭയങ്കര പവർഫുൾ ആണ് ഗേൾ ഫ്രണ്ട് എന്ന് വെച്ചാൽ ഗേൾ ഫ്രണ്ടിന് ഇല്ലാത്ത കഴിവുകളില്ല എന്നാണ് ആ ഒരു വരി മൊത്തവും പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ആ ഒരു പാട്ടിലെ മോണലോവയെ പോലെയാണോ വിദ്യ? അങ്ങനെ ചോദിച്ചാല് ബോൾഡ് ആണോ, പവർ ഉള്ളതാണ് മെയിൻ? ബോൾഡൊക്കെയാണ്, ഇല്ലാന്നൊക്കെയാണ് അത്യാവശ്യം ബോൾഡാണ്. പിന്നെ അതിനകത്തൊരു ഭയങ്കര റിലേഷൻഷിപ്പിലാണെങ്കിലും ഭയങ്കര ബോൾഡ്, അങ്ങനത്തെ അതാണ് വരികൾ പറഞ്ഞു വെക്കുന്നത്. ലൈക്ക് അവരുടെ ഒരു പ്രണയം ഭയങ്കര ഒട്ടും തകർക്കാൻ പറ്റാത്തൊരു റിലേഷൻഷിപ്പ്. അതെ, അത് എനിക്ക് തോന്നും വേടൻ പറഞ്ഞു വെക്കുന്നതെന്ന് വെച്ചാല് ആ ഒരു ഗേൾ ഫ്രണ്ട് ആണ് ഈ തരത്തിലേക്ക് കഴിവുകൾ കണ്ടെത്തി മുന്നിലേക്ക് കൊണ്ടുവന്നതായിക്കോട്ടെ, അത്രയും പവറായിട്ട് ആ ഒരു ശക്തി അവിടെ ഉള്ളതാണ് വേടന്റെ ധൈര്യം എന്നാണ് നമുക്ക് ആ വരികളിലൂടെ കിട്ടുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരാളെ ആയിരിക്കുമല്ലോ, അതായത് നമുക്ക് അത് കിട്ടണം, ആ സാധനം നമുക്ക് കിട്ടണം. വിഷ്വലി കാണുമ്പോൾ ഓക്കെ ഇത്രയും പവറുള്ള ഒരാളാണ് അവിടെ, അത് എന്നത് കിട്ടണം എന്ന് പറഞ്ഞിട്ട് അവർ കൊണ്ടുവന്നത് ഞങ്ങൾക്ക് മുന്നിലേക്ക് വിദ്യേനെയാണ്. അപ്പൊ വിദ്യക്ക് അത് നമുക്ക് ആ മെസ്സേജ് അത് നമുക്കത് കൺവേ ആയിട്ടുണ്ട്. ഓക്കെ, വിദ്യ ഓരോ സീൻ ബൈ നോക്കുകയാണെങ്കിലും വിദ്യേന്റെ കണ്ണിലാണെങ്കിലും ആ ഒരു സാധനം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം യഥാർത്ഥത്തിലും അങ്ങനെ തന്നെയാണോ, അതോ വർക്കിലേക്ക് വരുമ്പോ ഞാൻ വേറെ ആളായിട്ട് പരകായ പ്രവേശം നടത്തും? ഇപ്പൊ തന്നെ ആദ്യം എനിക്ക് പേടിയുണ്ടായിരുന്നു, എല്ലാം ഒരു സ്റ്റാർട്ടിങ് ഒരു പേടിയുണ്ട്. അല്ലാതെ ഞാൻ ഭയങ്കര അത്രയും ബോൾഡാണോന്ന് ചോദിച്ചാൽ ബോൾഡൊക്കെയാണ്. എന്റെ അഭിപ്രായം എല്ലായിടത്തും പറയുന്നതിൽ എനിക്ക് വലിയ പ്രശ്നമില്ല എന്ന് തോന്നുന്ന ഒരാളാണ്. പിന്നെ അവരെന്നെ വിളിച്ചത് ആക്ച്വലി എന്റെ അടുത്ത് മെയിൻ ആയിട്ട് പറഞ്ഞത് എന്റെ ഫേഷ്യൽ ഫീച്ചേഴ്സ് കുറച്ച് ഷാർപ്പാണ്. വേടനൊക്കെ എടുത്തു പറഞ്ഞത് ജോ ലൈൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്, കണ്ണ്, ജോ ലൈൻ. അപ്പൊ അങ്ങനെ ഒന്നത്തെ കാര്യം ഇത് ആക്ട് ചെയ്യുന്ന അങ്ങനത്തെ ഒരു ഇതല്ലല്ലോ. ലുക്സിലും ജസ്റ്റേഴ്സിലൊക്കെ ആൾക്കാർക്ക് കൺവേ ആവണം ആൾ എത്രത്തോളം പവർഫുൾ ആണെന്ന്. സോ അപ്പൊ നമുക്ക് ഇങ്ങനെ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഒരാള് അങ്ങനെയാണ് പറഞ്ഞത്. ഒരു ജസ്റ്റ് ഇങ്ങനെ തുടങ്ങിയപ്പോ തന്നെ ഓക്കെ ഇതാണ് കറക്റ്റ്, ഞങ്ങൾക്ക് ഇത് വേണ്ടിയിരുന്നത്. അതായത് പറഞ്ഞ് ജസ്റ്റ് ടേക്ക് കുറെ പോകേണ്ട ആവശ്യം വന്നോ, അതോ ജസ്റ്റ് തുടങ്ങിയപ്പോ തന്നെ അതിലേക്ക് ആളായി? അങ്ങനെ തുടങ്ങിയപ്പോ തന്നെ അതിലേക്ക് ആയിരുന്നു. എല്ലാരും നല്ല അഭിപ്രായം തന്നെ പറഞ്ഞത് ഫസ്റ്റ് ടേക്ക് കഴിഞ്ഞപ്പോഴേ. അതെ, അത് കഴിഞ്ഞിട്ട് അപ്പം ആ ഒരു എനിക്ക് തോന്നും പൊതുവേ നമുക്കൊരു ഇതുണ്ടല്ലോ, ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വർക്കിന്റെ ബേസിസിലായിരിക്കും പിന്നെ അങ്ങോട്ടുള്ള വർക്കുകൾ വർക്കിലേക്ക് നമ്മളെ വിളിക്കാം. അപ്പൊ കൂടുതൽ ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് ചിലപ്പോൾ പവർഫുൾ ക്യാരക്ടേഴ്സ് ആയിരിക്കാം. ഈ പറയുന്ന പോലെ ഒരു ലേഡി ഇൻവെസ്റ്റിഗേറ്റർ അങ്ങനത്തെ ഒക്കെ ടൈപ്പ് ഒക്കെ ആയിരിക്കും ഇനി വരിക. അപ്പൊ എന്ത് ചെയ്യും അങ്ങനത്തെ ഒക്കെ ഒരു റോള് വരികയാണെങ്കിൽ ചെയ്യും. എല്ലാം ട്രൈ ചെയ്യണമെന്നാണ് ആഗ്രഹം. അങ്ങനെ ഇത് മാത്രമല്ല കണ്ടിന്യൂസ് അങ്ങനെ തന്നെ അങ്ങ് പോയാലോ? ഇല്ല, അയ്യോ അങ്ങനെ എല്ലാം നമുക്ക് ട്രൈ ചെയ്യണമല്ലോ. ആ ഒരു ഇതിലേക്ക് മാത്രം ഒതുങ്ങി പോകുന്നതിൽ വലിയ ഇതില്ല. വരട്ടെ. അതുപോലെ തന്നെ കനി കുസൃതി കണ്ടിട്ടില്ലേ? വരുന്നത് ഫുൾ ബോൾഡ് ക്യാരക്ടേഴ്സാ പുള്ളിക്കാരിക്ക് വരുന്ന ഫുള്ള്. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പം ആ ഒരു രീതിയിലേക്ക് അങ്ങനെ പോയി കഴിഞ്ഞാൽ അതാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ വെച്ചാൽ നമ്മള് നോക്കി ചൂസ് ചെയ്യണം. അതെ, ഇത്തരത്തിൽ ബോഡി ഷെയ്മിങ് നടത്തി അതിന്റെ പേരിൽ മനസ്സ് വിഷമിച്ചിട്ട് ഈ പറയുന്ന പോലെ അഭിനയത്തിന്റെ കാര്യം ഫസ്റ്റ് പറയുമ്പോൾ തന്നെ അവിടുന്ന് ഇതാക്കുന്ന അങ്ങനെയൊക്കെ വന്നിട്ട് ഈ തരത്തിലേക്ക് ആൾക്കാര് ഓക്കെ ഇതുപോലെ ഉണ്ട് കാണാൻ, അങ്ങനെയുണ്ട് കാണാൻ, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു ഫസ്റ്റ് തന്നെ നമുക്കൊരു സന്തോഷമില്ലായിരുന്നു. അതായത് നമ്മൾ അന്ന് അനുഭവിച്ച ഒരു മനോവിഷമത്തിന് ആ ഒരു സാധനം കിട്ടത്തില്ലേ? അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്ന് പറയുന്നതിലും നമ്മളെ ഇങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ ഒരു ഹാപ്പിനെസ് ആയിരുന്നത്. ബിക്കോസ്
കൊറോണയ്ക്ക് ശേഷമാണ് ആക്ച്വലി ഈ ചേഞ്ച് ഭയങ്കരമായിട്ട് ഉണ്ടായത് എന്നെനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ഇപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നില്ല അത്രയും ബോഡി ഷേമിങ് ആരും ഇങ്ങനെ ആൾക്കാർ എപ്പോൾ നോക്കിയാലും അത് ആരെ പറഞ്ഞേന്ന് ഞാൻ ഓർക്കുന്നില്ല. എന്തായാലും നമുക്ക് മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ആരുമാണ് പറയുന്നുണ്ട്. അതായത് എല്ലാവരും കാണുമ്പോൾ തന്നെ മെലിഞ്ഞല്ലോ, തടിച്ചല്ലോ, എനിക്ക് തോന്നുന്നു രമേശ് പിഷാരടി ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പം തടിച്ചല്ലോ, മെലിഞ്ഞല്ലോ, അതിന് പകരം നിനക്ക് സന്തോഷമാണോ എന്ന് തിരക്ക് അതിലേക്കൊന്ന് ആൾക്കാർ മാറൂ എന്നുള്ള തരത്തിൽ എനിക്ക് തോന്നുന്നു. നമ്മള് ഈ ഒരു ജനറേഷനിലേക്ക് വരുമ്പോൾ കൂടുതൽ ആൾക്കാരും ആ തരത്തിലേക്ക് ഓക്കെ ഈ പറഞ്ഞ പണ്ട് കാണുമ്പോൾ തന്നെ കുട്ടികളായില്ലേ, അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഓക്കെ എങ്ങനെയുണ്ട്, എന്തൊക്കെയുണ്ട് വിശേഷം, ആ രീതിയിലൊക്കെ കുറച്ച് പേരെങ്കിലും മാറുന്നതായിട്ട് ഈ ഒരു ജനറേഷൻ മാറുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഇത്രയും മാറ്റം ഉണ്ടായില്ലേ, ഹോപ്പ്ഫുള്ളി അങ്ങനെ തന്നെ ആവും എന്ന് പ്രതീക്ഷിക്കാം. അതെ, ഈ പറയുന്ന പോലെ അതൊക്കെ മോഡലാണ്. ഇപ്പൊ തന്നെ മോനലോവയിലൂടെ നമ്മള് വേടന്റെ മോനലോവ എന്ന് പറഞ്ഞിട്ട് നമ്മള് വിദ്യനെ കണ്ടു. ഇതൊന്നും അല്ലാണ്ട് പേഴ്സണൽ ലൈഫിലേക്ക് കരിയർ ഏതാണെന്നൊക്കെ നമ്മൾ ചോദിച്ചു. ഞാനിപ്പോ വർക്കിംഗ് ആണ് ടെക്നോ പാർക്കിൽ, ട്രിവാൻഡ്രം ടെക്നോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ഒരു കമ്പനിയിൽ AR അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുവാണ്. അതൊരു 1.5 year ആവാറായി. അല്ലാതെ മോഡലിംഗ്, ഇങ്ങനെ പ്രൊമോഷൻസ്, ഷൂട്ട്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. ആക്ടിംഗ് ആണ് മെയിൻ ഇൻട്രസ്റ്റ്. ആൻഡ് നമ്മുടെ ഓരോ സാഹചര്യം കൊണ്ട് നമുക്ക് ജോലിക്ക് പോവേണ്ടി വരുമല്ലോ. അതെ. അപ്പൊ ഫസ്റ്റ് മോഡലിംഗ് ആണ്, അതിന് ശേഷമാണോ ജോലിയിലേക്ക് കയറുന്നത്, അങ്ങനെയാണോ? അതെ. ജോലി ഞാനിപ്പോ 1 year കഴിഞ്ഞിട്ടേ ഉള്ളൂ കയറിയിട്ട്. അതുവരെ ഫുൾ ടൈം കണ്ടന്റ് ക്രിയേഷൻ തന്നെയാണ് നോക്കിയിരുന്നത്. പിന്നെ നമ്മള് ചില സാഹചര്യങ്ങൾ കൊണ്ട് ജോലിക്ക് കയറേണ്ടി വരുമല്ലോ. അങ്ങനെ അപ്പം എങ്ങനെ ഈ വർക്ക് ലൈഫും ഇതും കൂടെ എങ്ങനെ കുറച്ച് ഹെക്ടിക് ആണ്. ലൈക്ക് ഞാൻ നൈറ്റ് ഷിഫ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ രണ്ടും കൂടി മാനേജ് ചെയ്യല് ഇപ്പൊ തന്നെ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് നേരെ ഷിഫ്റ്റിന് കയറണം. ഇപ്പൊ അന്നേരം ഈ പറയുന്ന പോലെ ഈ ഒരു ആഡ് ഷൂട്ട് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ വരുമ്പോ എന്താ ചെയ്യാറ്? അപ്പൊ വർക്കിന്റെ വരുമ്പോ അത് ഈ പറയുന്നത് നിങ്ങൾക്ക് സാറ്റർഡേ സൺഡേ ആണല്ലോ ലീവ്, അങ്ങനെ അത് നോക്കിയാണോ തിരഞ്ഞെടുക്കുക, അതോ രണ്ടും കൂടി മാനേജ് ചെയ്ത് ഇപ്പം ഡെയിലി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഓക്കെ ആണെങ്കിൽ ചെയ്യും, ഇല്ലെങ്കിൽ ലീവ് എടുക്കും. അങ്ങനെ ഇപ്പം ഈ മോണലോയ്ക്ക് തന്നെ ഞാൻ ലീവ് എടുത്താ പോകുന്നത്. ലീവ് എടുത്താ പോകുന്നത്. അതൊരു വർക്കിംഗ് ഡേ ആയിരുന്നു. ലീവ് എടുത്താ പോകുന്നത്. അത് ആരടുത്തും അങ്ങനെ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു വർക്ക് ഇറങ്ങുന്നവരെ നമ്മൾ അധികം പറയാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി. അപ്പം പിന്നെ അത് കഴിഞ്ഞും ഒരുപാട് സമയം എടുത്തല്ലോ ഇറങ്ങാൻ വേണ്ടി. ഓൾറെഡി ഷൂട്ട് കഴിഞ്ഞിട്ട് 3-4 മാസം ആവും ഇപ്പഴാ ഇറങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് അതായത് ഈ ഒരു പാട്ട്, ഈ ഒരു സോങ് ഔട്ട് ആയപ്പോ തന്നെ നിങ്ങൾ അത് ഷൂട്ടും കഴിഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല, ആക്ച്വലി പാട്ട് ഷൂട്ട് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു മാസമൊക്കെ ആയതിനു ശേഷമാണ് വേടൻ ആക്ച്വലി സ്റ്റേജിൽ ഇത് പാടുന്നത്. ഒരു സ്റ്റേജിൽ ആദ്യം പാടി, അതിനുശേഷമാണ് പിന്നെ സോങ് റിലീസ് ആവുന്നത്. അതെല്ലേ, അതായത് ഓൾറെഡി ഇത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് സോങ് നമ്മുടെ ഇടയിലേക്ക് വന്നത്. അതെന്നാണ് ഇത്രയും ഒരു ലാഗ് വരാൻ കാണുന്നത് വീഡിയോ ഔട്ട് ആവാൻ? മേ ബി ഒരു വേടന്റെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ കാരണം ആയിരിക്കണം. പിന്നെ എഡിറ്റിങ്ങും അതിന്റെ എഡിറ്റിംഗ് വർക്ക്സ് ഒക്കെ കുറച്ച് ഡിലേ ആയി. മേ ബി അതുകൊണ്ടായിരിക്കാം. ഇത്ര സമയം വേണമല്ലോ, അതൊക്കെ അവർക്ക് അറിയൂ. അങ്ങനെ ഡിലേ ആയതാ. അതെ, അപ്പം ആ ഒരു ടൈമിൽ ടെൻഷൻ ഉണ്ടായിരുന്നു, ഇതെന്താ വീഡിയോ ഔട്ട് വരാത്ത, ഞാൻ അഭിനയിച്ചതാണ്, ഈ തരത്തിൽ പാട്ടിന് ഇത്രയും റീച്ച് കിട്ടി, വീഡിയോയും കൂടെ ഇറങ്ങി, ആ ഒരു അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ലൈക്ക് ആ പാട്ട് ഓരോ സ്ഥലത്ത് കേൾക്കുമ്പോഴും എനിക്കൊരു ആങ്സൈറ്റിയാ. ഞാനാണല്ലോ അതിനകത്ത്. പാട്ടിങ്ങനെ ഹൈപ്പിൽ പൊക്കോണ്ടിരിക്കുമ്പോഴും അപ്പൊ ഞാൻ ആദ്യം ഓഡിയോ സോങ് ഇറങ്ങിയ സമയത്ത് ഞാൻ ആലോചിച്ചു, ഇപ്പൊ വീഡിയോ സോങ് ആണ് ഇറങ്ങിയിരുന്നെങ്കിൽ അതെ അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. പിന്നെ ഓരോ സ്ഥലത്ത് ആൾക്കാർ ഞാനാണെന്ന് അറിയാതെ ഇത് ഞാൻ പോയി നിൽക്കുന്ന ഫംഗ്ഷനിലൊക്കെ ഇടും പാട്ട്, കല്യാണമാണെങ്കിലും. അപ്പോഴേക്കും എനിക്കൊരു പേടിയും വരും, ഇറങ്ങിയതും ഇല്ല, ആരടുത്തും പറയാനും പറ്റുന്നില്ല. വല്ലാത്തൊരവസ്ഥ. ഞാൻ അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കല്യാണത്തിന്. എന്തിനാ മണ്ഡപത്തിൽ ഇട്ടേന്ന് പോലും എനിക്ക് ശരിക്കും അറിയില്ല. ഈ പാട്ട് എന്തിനാ മണ്ഡപത്തിൽ ഇട്ടേന്ന് എനിക്കറിയില്ല. മണ്ഡപത്തിൽ ഈ പാട്ടിട്ട് അപ്പോഴേ എന്റെ അമ്മയും ചേട്ടനൊക്കെ കൂടെ ഉണ്ട്, അടുത്ത ഫ്രണ്ട്സ് ഒക്കെ കൂടെ ഉണ്ട്. അവരെല്ലാം എന്നെ ഇങ്ങനെ നോക്കി. അപ്പൊ ഞാൻ പയ്യെ അങ്ങ് സ്കൂട്ടായി, എനിക്കില്ല വിയർപ്പൊക്കെ തുടച്ചോക്കെ. അപ്പൊ എനിക്ക് അങ്ങനെ കുറച്ച് വിയേർഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ആൾക്കാർ ഞാനാണെന്ന് അറിയാതെ എന്റെ അടുത്ത് പാടുമ്പോഴൊക്കെ, ഈവൻ ഒരു സമയമായപ്പോഴും പാട്ട് എന്റെ അമ്മയൊക്കെ പാടിക്കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ അയ്യോ അമ്മ വരെ പഠിച്ചു ഫുള്ള്, എന്നിട്ട് പാട്ടിറങ്ങിയില്ല. അങ്ങനെ തോന്നി. അമ്മയൊക്കെ ഫുള്ള് പഠിക്കും, ഇങ്ങനത്തെ ഒരു പാട്ടൊക്കെ പഠിക്കാന്ന് വെച്ചാൽ റാപ്പ് സോങ്, അങ്ങനത്തെ കൈൻഡ് ഓഫ് പാട്ടൊക്കെ അമ്മയൊക്കെ ഫുൾ കാണാപ്പാടും. അപ്പൊ അമ്മയൊക്കെ പാടിക്കൊണ്ടിരിക്കും. ഞാൻ ഇങ്ങനെ ആലോചിച്ചു, അയ്യോ ഇത്രയൊക്കെ അമ്മയൊക്കെ പഠിച്ചോ, ഇനി ഞാൻ
എനിക്ക് തോന്നുന്നു വെച്ചാല് വേടന്റെ ഒരു പ്രത്യേകതയെ അതാ എന്ന് വെച്ചാല് കൂടുതൽ സാധാരണ ആൾക്കാരിലേക്ക് റാപ്പ് സോങ് എത്തിച്ചു എന്നുള്ളതാണ് മെയിൻ ഒരു പ്രത്യേകത. അതെന്റെ എന്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഞാൻ അത് കണ്ടു തുടങ്ങിയത്. അതെ, ഇപ്പൊ തന്നെ ഞാൻ അതിനുശേഷം ഞാൻ പുറത്തു പോയപ്പം എന്റെ അടുത്ത് വന്ന് മിണ്ടുന്നതില് പ്രായമായ ആൾക്കാരും ഉണ്ട്. അവരുടെ മക്കളൊക്കെ കൊണ്ടുവന്നിട്ട് എന്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുപ്പിക്കുക, വേടനെ അന്വേഷിച്ചെന്ന് പറയും, ഇനി പരിപാടി ഇനി ട്രിവാൻഡ്രത്ത് ഇല്ലേ എന്നൊക്കെ ചോദിച്ചു. വേടനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ വിദ്യയോട് ചോദിക്കാൻ തുടങ്ങി, എന്റെ അടുത്ത് ചോദിക്കാൻ തുടങ്ങി. എന്നിട്ട് എങ്ങനെ എന്നെ വിളിച്ചത് എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. അതും പ്രായമുള്ളവർ വന്ന് ചോദിക്കുമ്പം ഓക്കെ, എനിക്ക് ഇത്രയും നാൾ അവരിലേക്കൊന്നും ഒരു റീച്ച് ഇല്ലായിരുന്നു. ഇപ്പം കാണുമ്പോ ഇൻസ്റ്റഗ്രാമിലുള്ള ആളല്ലേ എന്ന് ചോദിച്ചാൽ പോലും ഒരു പ്രായമുള്ള ആൾക്കാരിലേക്ക് ഒരു റീച്ച് ഇല്ലായിരുന്നു. പക്ഷേ ഇത് വന്നപ്പോ പ്രായ ആൾക്കാരും ചോദിച്ചു തുടങ്ങി. വേടനെ പറ്റി വന്ന് തിരക്കാറുണ്ടോ? വേടനെ തിരക്കുന്ന ഞങ്ങൾ പറയണേന്നൊക്കെ പറയാറുണ്ട്. കൊച്ചുമക്കളൊക്കെ വന്നിട്ട് ഭയങ്കര ഫാനാണ് പറയുമെന്നൊക്കെ ചോദിക്കും. എന്ത് പറയാ മറുപടി ആയിട്ട്? പറയാം അല്ല എന്താ പറയാ, അല്ല പറയാനൊരു മെസ്സേജ് അയക്കാറുണ്ടോ? അതായത് ടെസ്റ്റ് ചെയ്യാറുണ്ട്? മെസ്സേജ് ഒക്കെ വല്ലപ്പോഴും അയക്കും. പിന്നെ പുള്ളിയും പുള്ളിയുടെ കാര്യങ്ങളായിട്ട് തിരക്കാണ്. എല്ലാവർക്കും ഒരു പേഴ്സണൽ ലൈഫ് ഉണ്ടല്ലോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു വീഡിയോ സോങ് വീഡിയോ ഔട്ട് ആവാൻ ഇത്രയും ഒരു ഇത് വന്നു. അത് എനിക്ക് തോന്നുന്നു അതുവരെ ഈ ഒരു ഫോട്ടോസ് ഒന്നും പോസ്റ്റ് ചെയ്യാണ്ട്, അതായത് അത് അവിടുന്ന് തന്നെ പറഞ്ഞിരുന്നു, അതായത് വീഡിയോ ഔട്ട് ആവുന്നത് വരെ നമ്മൾ ഫോട്ടോസ് ഒന്നും അത് പറഞ്ഞിരുന്നു. ബിക്കോസ് ഞാൻ ആ കോസ്റ്റ്യൂമിലായിരുന്നു ഫുൾ ഉണ്ടായിരുന്നത് സെറ്റില്. അപ്പം അങ്ങനെ ഉള്ളപ്പോഴാണ് ഞങ്ങൾ ഫോട്ടോസ് ഒക്കെ എടുത്തത്. അപ്പൊ അത് പുറത്ത് വിട്ടാൽ ഉറപ്പായിട്ടും പിന്നെ അത് ഷൂട്ടാണെന്ന് മനസ്സിലാവും. അപ്പം ആരാന്ന് പിന്നെ ഈ മോൺലോവ ആരാന്നുള്ള ഒരു സംശയം ആൾക്കാരുടെ ഇടയിൽ ഉണ്ടായിരുന്നോണ്ട് തന്നെ ഇല്ല, അങ്ങനെ പുറത്ത് വിട്ടില്ല. ഞാൻ ചെറിയൊരു സ്റ്റോറി ഇട്ടായിരുന്നു അന്ന് ഷൂട്ടിന്റെ അന്ന്. അതൊരു ഇത്ര ഉള്ളൊരു പിക്കായിരുന്നു. അതുകൊണ്ട് കോസ്റ്റ്യൂം ഔട്ട് ആവാത്ത രീതിയിൽ ഇട്ട്. എന്റെ ബ്രദർ ആണെങ്കിൽ പോസ്റ്റ് ചെയ്തായിരുന്നു. ഞാൻ അല്ലാണ്ട് അങ്ങനെ ഒന്നും ഇട്ടില്ല. പിന്നെ ട്രെയിലർ ഇറങ്ങുന്നവരെയും ഞാൻ അത് റിലേറ്റഡ് ഒന്നും ഇട്ടിട്ടില്ല. അതെ, ഇപ്പം ഈ പറയുന്ന പോലെ അന്ന് വിദ്യയായിട്ട് തന്നെ ചോദിച്ചിരുന്നു, എന്താ ഗേൾ ഫ്രണ്ടിനെ അഭിനയിപ്പിക്കാൻ, അങ്ങനെ എന്തെങ്കിലും ചോദിച്ചിരുന്നു? കാരണം മെയിൻ എല്ലാവരുടെയും സംശയം അതാ, വിദ്യയല്ലെന്ന് കുറച്ചു പേർക്ക് അറിയാം. അപ്പൊ അങ്ങനെ എന്തുകൊണ്ട് പിന്നെന്താ ഗേൾ ഫ്രണ്ടിന് വേണ്ടി എഴുതിയ പാട്ടിൽ എന്തുകൊണ്ട് ഗേൾ ഫ്രണ്ടിനെ അഭിനയിപ്പിച്ചില്ല എന്നൊരു സംശയം പറയുന്നുണ്ട്. അതിന്റെ എന്തെങ്കിലും? ഇല്ല, ഞാൻ അങ്ങനെ ചോദിച്ചിരുന്നില്ല. മേ ബി അവരുടെ ഒരു മേഖല ആയിരിക്കില്ല അത്, അഭിനയം എന്നുള്ള. ഞാനൊരു ആർട്ടിസ്റ്റ് ആണല്ലോ, അപ്പൊ അത് അതിൽ അങ്ങനെ എന്നിലേക്ക് വന്നതാണ്. അതെ, വേടന്റെ ഒരു ഫാൻ എന്നുള്ള രീതിയിൽ പോയിട്ട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടോ ഗേൾ ഫ്രണ്ട് ഇല്ലേ, ഗേൾ ഫ്രണ്ടിനെ കാണിച്ചു അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് എന്ത് അങ്ങനെ? ഇല്ല, ഞാൻ അന്ന് അങ്ങനെ ചോദിച്ചിട്ടില്ല. ഗേൾ ഫ്രണ്ടിനെ പറ്റിയാണ് എന്ന് എല്ലാരും ക്രൂവിലൊക്കെ എപ്പോഴും പറയുന്നുണ്ടായിരുന്നു. അപ്പം അല്ലാണ്ട് ഇപ്പൊ നമ്മൾ കാണുന്ന ആള് തന്നെയാണ് കൺഫേം എന്ന് പറയുന്ന തരത്തിലേക്ക് വിദ്യ അവിടെ ആളെ കണ്ടിട്ടോ അങ്ങനെയൊന്നും? ഇല്ല, എനിക്ക് അതിനെപ്പറ്റി എനിക്ക് കൂടുതലായ ഒന്നും അറിയില്ല. എല്ലാരെയും പോലെ തന്നെ ചിലപ്പോ അതായിരിക്കാം, ചിലപ്പോ അല്ലായിരിക്കാം. അതിപ്പോ എന്നെ പറ്റിയും പറയുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് ഇങ്ങനെ ഊഹാപോഹങ്ങൾ പറയുന്നത്. അതെ, അപ്പൊ വേണമെങ്കിൽ വിദ്യക്ക് വേണമെങ്കിൽ എന്നോട് പറയാം, ഇതുവരെ ചേട്ടാ എത്രയും പെട്ടെന്ന് ഡിക്ലെയർ ചെയ്യണം, അല്ലെങ്കിൽ അത് എന്റെ തലയിലേക്ക്. ഇല്ല, അങ്ങനെയൊന്നുമില്ല. കാരണം എല്ലാരും കൂടെ സ്റ്റാർട്ട് ചെയ്യും വേടൻ വിദ്യ അത് തന്നെ എന്നുള്ള തരത്തിലേക്കൊക്കെ വരും. അപ്പോ ഈ പറയുന്ന പോലെ ഫസ്റ്റ് തന്നെ കുറെ വീഡിയോ സോങ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ മോണലോവി എന്ന് പറയുന്ന അതിലേക്ക് ഒരു ഇത് വരുന്നു. അത് ഒരുപാട് ആൾക്കാർ ഏറ്റെടുത്തു എനിക്ക് തോന്നുന്നു. പക്ഷെ അന്ന് എനിക്കിപ്പോ ഇങ്ങനെ തോന്നിയത് കേട്ടോ, അത് ഇങ്ങനെ ഇതായിട്ട് പറയല്ല, എന്ന് വെച്ചാൽ ഓഡിയോയ്ക്കൊപ്പം വീഡിയോയും കൂടെ വന്നിരുന്നെങ്കിൽ എന്ന് ഫസ്റ്റ് നമ്മൾ, കാരണം കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ആ ഒരു സോങ് വെച്ചിട്ട് അവര് വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് കൂടി വിദ്യ ഇവിടെ അഭിനയിച്ചിട്ട് കൂടി ഇരിക്കുന്നോണ്ടായിരിക്കും അല്ലേ, വെച്ചൊരു സ്റ്റോറി പോലും ഇട്ടിട്ടില്ല. അതെ, അതെന്തുകൊണ്ടായിരിക്കും? അതെന്താ അതിന്റെ കാര്യം എന്താ? ഇല്ല, ഞാൻ വിചാരിച്ച് ഇറങ്ങുമ്പോ എല്ലാരും അറിഞ്ഞാൽ മതി അങ്ങനെ ഒരു ഇതില്. അപ്പൊ എനിക്ക് ആ സമയത്ത് ഞാൻ വല്ലാത്തൊരു ഫേസിൽ കൂടിയാ കടന്നു പോയത്. ലൈക്ക് പാട്ട് പിന്നെ ഡിലേ ആവുന്നുണ്ട്. അതൊക്കെ അവരോ അതായത് ഈ ക്രിയേറ്റീവ് ആ ഒരു സൈഡിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. ഡയറക്ഷൻ സൈഡിൽ തന്നെ എപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ പറയുന്നുണ്ടായിരുന്നു, അവർ ഓരോ അപ്ഡേറ്റ് തരുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഇത്ര എഡിറ്റ് ആയി, ഇപ്പോഴത്തേക്ക് റെഡി ആവുമായിരിക്കും, അങ്ങനെ ഒരു അപ്ഡേറ്റ് എനിക്ക് തരുന്നുണ്ടായിരുന്നു. എപ്പോഴെങ്കിലും ടെൻഷൻ അടിച്ച് അങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടോ? ടെൻഷൻ അടിച്ചൊക്കെ മെസ്സേജ് ആദ്യം ഞാൻ അയക്കില്ലായിരുന്നു, പിന്നെ അയച്ചു തുടങ്ങി. പിന്നെ നമ്മളുടെ അടുത്ത് പറയാന്നുള്ളവർ തന്നെ ചോദിച്ചു തുടങ്ങി. പിന്നെ ഓരോ ഇഷ്യൂലേക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴും ഇത് എഫക്ട് ചെയ്യോ വീഡിയോ ഔട്ട് വരുന്നതിന്? അങ്ങനെ ഔട്ട് എഫക്ട് ചെയ്യുമോന്ന്, ഇപ്പം അത് എന്തായാലും കലയാണല്ലോ. അപ്പം അതിനെ എഫക്ട് ചെയ്യാൻ ഇപ്പൊ എന്നെ എഫക്ട് ചെയ്യണം അങ്ങനത്തെ ആവശ്യം ഇല്ലല്ലോ നമുക്ക്. ഒരു പാട്ടിറങ്ങുമ്പോ അത് ഓഫ് കോഴ്സ് വേടനെ പോലെ എഫക്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതൊരു കലയാണ്. അപ്പം അതിനെ എഫക്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നിയത്. ബാക്കിയൊക്കെ വീഡിയോ വരെ ലേറ്റ് ആയപ്പോഴത്തേക്ക്
ദൈവമേ എന്താ പ്രശ്നം, ഇനി വരാണ്ടിരിക്കുവോ, അങ്ങനത്തെ ഒക്കെ പ്രശ്നം വരും എന്നറിയായിരുന്നു. ആ. പക്ഷെ എത്രത്തോളം ചിലപ്പം ഡേറ്റ് അടുത്തായിട്ട് പിന്നെയും എഡിറ്റിംഗ് കുറച്ച് ഡിലേ ഉണ്ടെന്ന് പറയാറുണ്ടായിരുന്നു. അപ്പം കുറച്ച് ആ ഒരു അൺസർട്ടനിറ്റി കുറച്ചൊരു നമുക്ക് പിന്നെ നമ്മള് ഇപ്പൊ ഒരു വർക്ക് ചെയ്തിട്ട് അത് വെയിറ്റ് ചെയ്യുന്നത് അത് വല്ലാത്തൊരു സ്റ്റേജ് ആണ്. അതെ, നമ്മള് ഒന്നത്തെ കാര്യം അത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വർക്ക് ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് അതിന്റെ ആ ഒരു വെയിറ്റിംഗ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതൊക്കെ എങ്ങനെയാണെന്ന് ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു പിന്നെ നമ്മള് ജോലി നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയല്ലേ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമുക്ക് ഇതൊക്കെയാണ് ഏറ്റവും ഹാപ്പിനെസ്, നമ്മള് വർക്ക് ഇറങ്ങി കാണാൻ. ശരി, ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് വിദ്യക്ക് ആ ഒരു വീഡിയോ ചെയ്യുന്നു. നമുക്കറിയാം ഏകദേശം, ഞാനില്ല ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാം അതിന്റെ റീച്ച് എന്ന് പറയുന്ന ഒരു പരിധിക്കപ്പുറമായിരിക്കും എന്നുള്ളത് ഏതൊരാൾക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അത്രയും വലിയൊരു കാര്യത്തിൽ അഭിനയിച്ചിട്ട് ഈ ലാഗ് വരുന്നു. കാരണം ഓൾറെഡി വർക്കിന്റെ ഇടയ്ക്കാണ് ഇതിനു വേണ്ടി സമയം കണ്ടെത്തി അത്രയും വലിയൊരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് വിദ്യ എത്രത്തോളം ടെൻഷൻ ആയിട്ടുണ്ടാവും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അവസാനം അത് ഔട്ട് വന്നു, ആൾക്കാർ അങ്ങ് ഏറ്റെടുക്കുകയും ചെയ്തു. ഈ പറയുന്ന പോലെ വേടന്റെ മോണലോവയ്ക്കൊരു ഫേസ് ആയിരിക്കുക ഇപ്പൊ വിദ്യ. ഇതാണ് ഞങ്ങളുടെ മോണലോവ എന്നുള്ള രീതിയിൽ. അപ്പം ഇനിയും ഇതുപോലെ തന്നെ വേടന്റെ സൈഡിൽ നിന്നുള്ള വർക്ക് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഉറപ്പായിട്ട് ചെയ്യും. അതെ. ഇപ്പം ഇത് കണ്ടിട്ട് എന്തെങ്കിലും ഫിലിമിൽ നിന്ന് കോള് വരികയോ അങ്ങനെ എന്തെങ്കിലും? ഫിലിം അങ്ങനെ ഫിലിമായിട്ട് അങ്ങനെ വന്നിട്ടില്ല. അല്ലാണ്ട് മൊത്തത്തിലൊരു ചേഞ്ച് ഉണ്ട്. വർക്ക് വരുന്നുണ്ടോ? വർക്ക് ഒരുപാട് എൻക്വയറി ഒക്കെ വരുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഇപ്പം ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ. അപ്പം എനിക്ക് ഫുള്ളായിട്ട് ഞാനിങ്ങനെ എല്ലാം നോക്കി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ബിക്കോസ് ഈ ഷിഫ്റ്റിന്റെ ഇടയിലും രണ്ടും കൂടി എനിക്ക് മാനേജ് ചെയ്യണ്ടേ. ഞാനിങ്ങനെ ഓരോന്ന് ചൂസ് ചെയ്ത് നോക്കുവാണ്. അല്ലാതെ അതിലേക്ക് ഫുള്ളായിട്ട് ഇറങ്ങി നിൽക്കാനുള്ള ഒരു സമയവും എനിക്ക് കിട്ടാറില്ല. അല്ല, അങ്ങനെ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇറങ്ങും. പക്ഷെ ഓരോന്ന് നോക്കുവാണ്. അതെ. ഈ ഒരു വേടന്റെ ഈ ഒരു വർക്ക് വന്നപ്പോ ഫസ്റ്റ് ഫ്രണ്ട്സിന്റെ ഒരു റെസ്പോൺസ് ഉണ്ടായിരുന്നു? എല്ലാരും ഭയങ്കര കണ്ടിട്ട് ഭയങ്കര സന്തോഷത്തില് കണ്ണൊക്കെ നിറഞ്ഞ് വിളിച്ചവരൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക്. പിന്നെ ഓഫീസിലാണെങ്കിലും ഭയങ്കര എല്ലാരും കുറെയൊക്കെ ഇറങ്ങാതെയൊക്കെ ഇരുന്നപ്പം അവരൊക്കെ കളിയാക്കി തുടങ്ങിയായിരുന്നു. അങ്ങനെ ഒരു സ്റ്റേജിൽ കൂടി പോയിട്ടുണ്ട്. ഇനി ഇറങ്ങോ അങ്ങനെയൊക്കെ ഉള്ള ഒരു ടോപ്പ് തന്നെയാണോ അങ്ങനെയൊക്കെ ഒരു തരത്തില്. അപ്പം ഇത് കുറച്ചൊക്കെ സ്പ്രെഡ് ആയതുകൊണ്ട് തന്നെ എന്റെ ഒരു ചുറ്റുപാടും കുറച്ച് സ്പ്രെഡ് ആയി, ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് ഇത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഇറങ്ങുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എനിക്ക് നേരെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് കുറച്ച് ഞാൻ അവരുടെ മുമ്പ് അധികം കാണിച്ചിട്ടില്ല. പൊതുവെ ഞാൻ എനിക്ക് മറുപടി കൊടുക്കുന്ന ആളാണ്. അപ്പൊ അങ്ങനെ എന്നിട്ട് ഞാൻ ഭയങ്കര എനിക്ക് പേഴ്സണലി എനിക്കും ഒരു വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനത് വേണ്ടപ്പെട്ടവരടുത്ത് അതിങ്ങനെ ഷെയർ ചെയ്യും. പിന്നെ ഇറങ്ങിയപ്പോ അവര് അങ്ങനെയൊന്നും ആയിരുന്നില്ല. എല്ലാരും ഭയങ്കര എനിക്ക് ഓഫീസിൽ നിന്ന് തന്നെ ഒരുപാട് കോൾസ് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാരും നല്ലത് പറഞ്ഞാ വിളിച്ചത്. പിന്നെ ഞാൻ മുമ്പ് വർക്ക് ചെയ്തിരുന്നവരാണെങ്കിലും അങ്ങനെയൊക്കെ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് തന്നെ ഫോളോവേഴ്സ് ഒക്കെ നല്ല സപ്പോർട്ടായിരുന്നു. അതെ. അന്ന് ആ വർക്ക് കഴിഞ്ഞപ്പോ വേണം തന്നെ പറഞ്ഞിട്ടുണ്ടോ? അതായത് ഇനിയും വർക്ക് വന്നാൽ വിളിക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ. അപ്പം എന്തായാലും ഒരുപാട് ആൾ ഓൾറെഡി നമ്മുടെ അടുത്തുനിന്ന് നേരെ വർക്കിലേക്കാട്ടോ പോണേ. അതിന്റെ ഇടയ്ക്ക് കുറച്ച് ടൈം കിട്ടി. അത് ഫസ്റ്റ് ആണ് ആള് കുറച്ച് എന്താ പറയാ നെർവസ് ആയിരുന്നു. എങ്ങനെയാ എന്തായിരിക്കും എന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് മുമ്പൊക്കെ സംസാരിച്ചൊക്കെയാണ് സെറ്റ് ആയത് ഗൈസ്. എന്തായാലും അതിന്റെ ഇടയ്ക്ക് കുറച്ച് ടൈം കിട്ടി, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. വേണന്റെ മോണലോവയാണോ? മോണലോവ അല്ലേ? മോണലോവ ഇത് തന്നെ അല്ലേ? ഇത് ഞങ്ങളങ്ങ് ഉറപ്പിച്ചോട്ടെ. ഇതൊക്കെയായിരുന്നു മെയിൻ. ഇപ്പൊ വിദ്യേനെ നമുക്ക് ചോദിച്ചറിയാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിനെല്ലാം ഞങ്ങൾക്ക് മറുപടിയൊക്കെ തന്നു, ആ ടൈം കണ്ടെത്തി തന്നു. പിന്നെ പറയുന്നുണ്ട് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഫിലിമിലേക്ക് എത്തുക എന്നുള്ളത്. ഞങ്ങളും പ്രാർത്ഥിക്കുന്നത്, അതായത് വർക്കും പാഷനും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഇടയ്ക്ക് വർക്ക് വിട്ടിട്ട് അയ്യോ ഈ പാഷനാണ് എനിക്ക് ടൈം ഉള്ളൂ എന്നൊരവസ്ഥയിലേക്ക് എത്രയും പെട്ടെന്ന് വിദ്യ എത്തട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പ്രേക്ഷകരോടായിട്ട് എന്താ പറയാനുള്ള? കീപ് സപ്പോർട്ടിങ് മീ. ഇത്രയും ഞാൻ ഇവിടെ വരെ എത്താൻ കാരണം നിങ്ങളെല്ലാവരും ആണ്. എൻ്റെ ഫോളോവേഴ്സ് അവരാണ് എന്നെ ഇതുവരെ എത്തിച്ചത്. ആൻഡ് താങ്ക് യു വേടൻ ഫോർ ചൂസിങ് മീ ആസ് മോണലോവ. ആൻഡ് അവരുടെ ഹോൾ ടീമിനും എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഓക്കെ, താങ്ക് യു.